എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സിവിലിയൻസിന്റെ JI സക്സസ് മന്ത്രിയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 11 നടക്കാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ എളുപ്പമാക്കുന്ന തരത്തിലുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് നമ്മുടെ JI സക്സസ് മന്ത്ര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് സർവേ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് വരുന്ന കുറച്ച് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സർവേയുടെ സിലബസ് ഒന്ന് നോക്കാം. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന്റെ സിലബസ് പ്രകാരം 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഈ ഒരു സബ്ജക്റ്റിന് വരുന്നത്. സർവേയിങ് ആൻഡ് ലെവലിംഗ് എന്നുള്ള രീതിയിലാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ സർവേയിങ് ലെവലിംഗ് 2 പാർട്ടായിട്ടാണ് സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സർവേയിങ്ങിൽ ഇൻസ്ട്രുമെന്റ്സ് എംപ്ലോയിഡ് ആൻഡ് കോമൺ ടേംസ്, ക്ലാസിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേ, ചെയിൻ സർവേ, പ്ലെയിൻ ടേബിൾ സർവേ, കോമ്പസ് സർവേ എന്നീ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ലെവലിംഗിലോട്ട് വരികയാണെങ്കിൽ ബേസിക്കലി ലെവലിംഗിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്, ടേംസ്, അതുപോലെ തന്നെ പിന്നെ വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ കോണ്ടൂറിംഗ് ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്: ദ സർവേയിങ് ഇൻ വിച്ച് curvature of the earth is taken into account is known as. ഇത് പൊതുവെ പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ പരിശോധിക്കുന്നവരാണെങ്കിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. നമ്മുടെ സിലബസിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ, പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് എന്നുള്ള രീതിയിൽ. അപ്പൊ ആ ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ തരത്തിൽ, ഉത്തരം സെയിം ആണെങ്കിൽ പോലും അത് ഏതൊക്കെ രീതിയിൽ വെറൈറ്റി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനൊരു ഉദാഹരണമാണ് ഇത്. സർവേയിങ് ഇൻ വിച്ച് കർവേച്ചർ ഓഫ് ദി എർത്ത് ഇസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. എർത്തിന്റെ കർവേച്ചർ കൂടെ കൺസിഡറേഷനിലേക്ക് കൊണ്ടുവരുന്ന സർവേ ഏതാണ് എന്നാണ് ചോദ്യം. പ്ലെയിൻ ടേബിൾ സർവേ, ചെയിൻ സർവേ, ജിയോഡറ്റിക് സർവേ, ഹൈഡ്രോഗ്രാഫിക് സർവേ. ആൻസർ എന്ന് പറയുന്നത് ജിയോഡറ്റിക് സർവേ ആയിരിക്കും. ഓപ്ഷൻ സി, ജിയോഡറ്റിക് സർവേ ആണ് കറക്റ്റ് ആൻസർ. ജിയോഡറ്റിക് സർവേയിൽ നമ്മൾ കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. കർവേച്ചർ ഓഫ് ദി എർത്തിനെ കൺസിഡർ ചെയ്യാത്ത സർവേ നമ്മൾ പ്ലെയിൻ സർവേ എന്നാണ് പറയുക. പൊതുവെ ചെറിയ ഏരിയാസിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ വർക്കിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പ്ലെയിൻ സർവേ ആയിരിക്കും. ഇമ്പോർട്ടൻസ് കൂടിയ വർക്കിനും അതുപോലെ വലിയ ഏരിയാസിൽ ചെയ്യുന്ന വർക്കിനൊക്കെ ആയിരിക്കും ഈ തരത്തിലുള്ള ജിയോഡറ്റിക് സർവേ നമ്മൾ യൂഷ്വലി കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Geodetic survey is applied if the area to be surveyed is more than. എത്ര ഏരിയക്കാൾ എക്സീഡ് ആവുമ്പോഴാണ് ജിയോഡറ്റിക് സർവേ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസിൽ 100, 160, 260, 1000 സ്ക്വയർ കിലോമീറ്റർ ഓപ്ഷൻസിലുണ്ട്. ഇതും PSCക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 260 കിലോമീറ്റർ സ്ക്വയർ ആണ്. 260 കിലോമീറ്റർ സ്ക്വയറിനേക്കാൾ എക്സീഡ് ആവുമ്പോഴാണ് നമ്മൾ അവിടെ ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുക. അതുവരെയാണ് നമ്മുടെ ഏരിയയുടെ ലിമിറ്റ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്ലെയിൻ സർവേ ആയിരിക്കും ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നിമി ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഈ കൊടുത്തിരിക്കുന്ന വാല്യൂ 200 കിലോമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത് എന്നുകൂടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പരിശോധിക്കണം. അപ്പോൾ ഈ കേസിൽ 260 കിലോമീറ്റർ സ്ക്വയർ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: A type of survey in which the shape of the earth is taken into account. നേരത്തെ ചോദ്യത്തിന് സിമിലർ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്, പക്ഷെ ആ ചോദ്യം ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന രീതി അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു തരത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. ഏത് സർവേയിലാണ് ഷേപ്പ് ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നത്? അതും നമ്മുടെ ജിയോഡറ്റിക് സർവേ തന്നെയാണ് കറക്റ്റ് ആൻസർ വരിക. സോ ഓപ്ഷൻ ബി ആണ് ഈ കേസിൽ വരുന്ന റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: surveys which are carried out to provide a national grid of control for preparation of accurate maps of larger areas are known as. അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ പഠിച്ച ജിയോഡറ്റിക് സർവേ തന്നെയാണ് ആൻസർ ആയിട്ട് വരിക, പക്ഷെ ചോദ്യത്തിലാണ് വ്യത്യാസം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നമ്മുടെ സിലബസിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേ. അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഊന്നൽ കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ജിയോഡറ്റിക് സർവേ തന്നെ ആൻസർ വരുന്ന രീതിയിൽ പല ചോദ്യങ്ങളാണ്, പലതരം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പൊ നോക്കാം. സർവേസ് വിച്ച് ആർ ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് എ നാഷണൽ ഗ്രിഡ് ഓഫ് കൺട്രോൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് ആക്യുറേറ്റ് മാപ്സ് ഓഫ് ലാർജർ ഏരിയാസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. വലിയ ഏരിയാസിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൂടിയ വർക്കിനും നമുക്ക് സർവേ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ജിയോഡറ്റിക് സർവേ ആയിട്ടായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഡി ആണ് ഈ കേസിൽ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം: ഡിഫറൻസ് ഇൻ ലെങ്ത് ബിറ്റ്വീൻ ദ ആർക്ക് ആൻഡ് ദ സബ്റ്റൻഡഡ് കോർഡ് ഓൺ ദ സർഫസ് ഓഫ് എർത്ത്. അതായത് എർത്തിന്റെ സർഫസിൽ നമ്മൾ 2 പോയിന്റ്സ് കൺസിഡർ ചെയ്യുന്നു എന്ന് വിചാരിക്കും. പോയിന്റ് എ ആൻഡ് പോയിന്റ് ബി.
ഈ പോയിന്റ് എയും പോയിന്റ് ബിയും കണക്ട് ചെയ്യുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിന്റെ കർവേച്ചറിന് അലോങ് അവർ തമ്മിൽ ഒരു കേർവ് ലൈൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അവർ തമ്മിലുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ ഒരു കോഡ് ലെങ്ത്തും കൂടെ ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ കേസിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി കേർവ്ഡ് ലൈൻ ആയിരിക്കും സ്ട്രെയിറ്റ് ലൈനേക്കാൾ നീളം കൂടുതൽ. അപ്പൊ എത്രത്തോളമാണ് ആ നീളം കൂടുതൽ വരുന്നത് എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളൊരു പ്രൊപ്പോർഷനേറ്റ് വാല്യൂ പറയാറുണ്ട്. ആ വാല്യൂ പറയുന്നത് ഈ രീതിയിലാണ്. ഓരോ 18.2 കിലോമീറ്ററിനും കറസ്പോണ്ടിങ് ആയിട്ട് 10 സെന്റിമീറ്റർ ആയിരിക്കും ഡിഫറൻസ് ഇൻ ലെങ്ത് വരുന്നത്. ഇനി ചോദ്യത്തിൽ എന്താണ് അല്ലെങ്കിൽ ഓപ്ഷനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 91 കിലോമീറ്റർ എന്നൊരു ഓപ്ഷൻ സിയിൽ കൊടുത്തിട്ടുണ്ട്. 91 കിലോമീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി 18.2ന്റെ 5 മടങ്ങാണ്. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫറൻസ് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്ററിന്റെയും 5 മടങ്ങായിരിക്കും. അപ്പൊ 50 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ വരുന്നത്. ആ ഓപ്ഷൻ നമ്മുടെ ആൻസേഴ്സിലുണ്ട്. 0.5 മീറ്റർ 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്റർ ഇൻ 91 കിലോമീറ്റർ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സി ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഡയറക്ട്ലി നമ്മൾ പറയുന്ന ഒരു റിലേഷൻ 18.2ന് 10 സെന്റിമീറ്റർ എന്നുള്ളതാണ്. ഇവിടെ 91 ആണ് കൊടുത്തിരിക്കുന്നത്, വിച്ച് ഇസ് 5 times 18.2. അപ്പൊ ആ രീതിയിൽ ഒരു റിലേഷൻ വെച്ച് നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ആൻസർ കിട്ടും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എ ട്രയാങ്കിൾ ഇസ് സെഡ് ടു ബി വെൽ കണ്ടീഷൻഡ് വെൻ ഇറ്റ്സ് ആംഗിൾസ് ഷുഡ് ബി ബിറ്റ്വീൻ. ഒരു വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ആ ട്രയാങ്കിളിന്റെ ആംഗിൾസിന്റെ വാല്യൂവിന്റെ റേഞ്ച് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ ചെയിൻ സർവേയിലോട്ട് കടക്കുന്നു. അപ്പൊ ചെയിൻ സർവേയിലോട്ട് കടക്കുന്ന സമയത്ത് ചെയിൻ സർവേയിൽ നമുക്കറിയാം നമ്മുടെ മൊത്തം വരുന്ന ഏരിയ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആ ഓരോ ട്രയാങ്കിൾ ആക്കി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രയാങ്കിൾ ഒരു സ്പെസിഫിക് രീതിയിലായിരിക്കണം എന്ന് നമ്മൾ പറയും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഭയങ്കര ഇറഗുലർ ആയിട്ടോ അല്ലെങ്കിൽ അൺഈവൺ ഷേപ്പുള്ള ട്രയാങ്കിൾ ഒന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന ട്രയാങ്കിൾ എപ്പോഴും വെൽ കണ്ടീഷൻഡ് ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ എന്താണ് ഈ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ? വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ട്രയാങ്കിൾ ഇൻ വിച്ച് നോ ആംഗിൾ ഇസ് ലെസ് ദാൻ 30 ഡിഗ്രി ഓർ ഗ്രേറ്റർ ദാൻ 120 ഡിഗ്രി. അതായത് 30 ഡിഗ്രിയേക്കാൾ വാല്യൂ ചെറുതായിട്ടുള്ള ഒരു ആംഗിൾ പോലും വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ഉണ്ടായിരിക്കില്ല. അതുപോലെ 120 ഡിഗ്രിയേക്കാൾ ആംഗിൾ കൂടിയ രീതിയിലുള്ള ഒരു വാല്യൂ ഉള്ള ആംഗിൾ പോലും അതിനകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പൊ 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആംഗിളിന്റെ റേഞ്ച്. അടുത്ത ചോദ്യം, ഇത് കുറച്ച് സ്റ്റുഡൻസിനെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. എ ട്രയാങ്കിൾ ഹാവിംഗ് ഓൾ ദ 3 ആംഗിൾസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ഇസ് നോൺ ആസ്. 3 ആംഗിൾസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിട്ട് വരുന്ന ഒരു ട്രയാങ്കിളിനെ എന്ത് പേര് പറയും? വെൽ കണ്ടീഷൻഡ് ആണോ, ബെസ്റ്റ് കണ്ടീഷൻഡ് ആണോ, ഇൽ കണ്ടീഷൻഡ് ആണോ, ഗുഡ് കണ്ടീഷൻഡ് ആണോ? അപ്പൊ ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചോദ്യം വായിക്കുമ്പം ഒറ്റയടിക്ക് നമുക്ക് തോന്നും 3 ആംഗിൾസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ, അപ്പൊ അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ അല്ലേ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതൊരു ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിൾ ആണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല. എന്താ ഈ ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിൾ? നമ്മൾ നേരത്തെ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ എന്താണെന്ന് പറഞ്ഞു. ആ വെൽ കണ്ടീഷൻ ട്രയാങ്കിൾസിൽ തന്നെ കുറച്ചും കൂടെ ഈവൺ ഷേപ്പുള്ള അല്ലെങ്കിൽ നല്ല ഷേപ്പുള്ള ബെസ്റ്റ് ഷേപ്പായിട്ട് തോന്നുന്ന ട്രയാങ്കിൾ ആണ് ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിൾ. അതിന് 2 എക്സാമ്പിൾസ് ആണ് നമ്മൾ പറയാ. ഒന്ന് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, രണ്ടാമത്തേത് ഐസോസിലസ് triangle having 2 equal angles of magnitude 56 degree 14 minutes each. പക്ഷേ ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റിയാണോ? ഇക്വലാറ്ററൽ ട്രയാങ്കിളിനെ പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ചോദ്യം എങ്ങനെ വന്നേനെ? എ ട്രയാങ്കിൾ ഹാവിംഗ് ഓൾ ദ 3 ആംഗിൾസ് എക്സാക്ട്ലി ഈക്വൽ എന്ന് പറഞ്ഞേനെ. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 3 ആംഗിൾസും അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ 3 ആംഗിൾസും ഏകദേശം ഈക്വൽ ആണ്. എക്സാക്ട്ലി 3ഉം 60 ഡിഗ്രി വീതമല്ല. അപ്പൊ അതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതൊരു ബെസ്റ്റ് കണ്ടീഷൻ ട്രയാങ്കിളും ആയിരിക്കില്ല. പിന്നെ ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആൻസർ? പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ എന്ന് പറയുന്നത് വെൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആണ്. കാരണം 3 ആംഗിൾസും ഏകദേശം ഈക്വൽ ആണെങ്കിൽ ഏകദേശം എല്ലാത്തിനും ഒരു 60 ഡിഗ്രിയോട് അടുപ്പിച്ചായിരിക്കും വാല്യൂ വരുന്നത്. സോ 30ക്കും 120 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂ ആണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് വെൽ കണ്ടീഷൻ ആൻസർ ആയിട്ട് പറയാം. ഈ കേസിൽ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒപ്റ്റിക്കൽ സ്ക്വയർ ഇസ് യൂസ്ഡ് അലോങ് വിത്ത് തിയോഡലൈറ്റ് ട്രാവേഴ്സ്, കോമ്പസ് ട്രാവേഴ്സ്, ചെയിൻ സർവേ, ട്രിഗണോമെട്രിക് സർവേ. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഏത് സർവേയിലാണ് പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ചെയിൻ സർവേയിലാണ് മെയിനായിട്ടും ഈ ഒപ്റ്റിക്കൽ സ്ക്വയർ യൂസ് ചെയ്യാം. ഒപ്റ്റിക്കൽ സ്ക്വയർ PSC പരീക്ഷകൾക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും നമ്മുടെ സർവേ ലൈനുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിൾ
സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ 90 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓഫ്സെറ്റ് ലൈൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻസ് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒപ്റ്റിക്കൽ സ്ക്വയർ യൂസ് ചെയ്യുക. സോ അത് ചെയിൻ സർവേയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളത് ഈ ഒപ്റ്റിക്കൽ സ്ക്വയറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഡബിൾ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ സ്ക്വയറിന്. ഡബിൾ റിഫ്ലക്ഷൻ, 2 മിറേഴ്സ് ഉണ്ടായിരിക്കും ഈ ഇൻസ്ട്രുമെന്റിൽ. ഒരു ഇൻഡെക്സ് മിറർ ഉണ്ടായിരിക്കും, ഒരു ഹൊറൈസൺ മിറർ ഉണ്ടായിരിക്കും. ഫുള്ളി സിൽവേർഡ് ആയിട്ടുള്ള ഇൻഡെക്സ് മിററും ഹാഫ് സിൽവേർഡ് ആയിട്ടുള്ള ഹൊറൈസൺ മിററും. അപ്പോൾ ഇതിന്റെ യൂസ് ഓർത്ത് വെക്കണം, പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കണം. മെയിനായിട്ടും യൂസ് എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ സർവേ ലൈനുമായിട്ട് ഒരു 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ ഓഫ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ആ ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. An example for an obstacle in chaining where chaining is free and vision is obstructed. ചെയിൻ സർവേയിൽ വരുന്ന ഒരു ഒബ്സ്ട്രക്ഷന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഒബ്സ്ട്രക്ഷൻ ഏത് രീതിയിലുള്ളതായിരിക്കണം? ചെയിനിങ് ഫ്രീ ആണ്, വിഷൻ ഒബ്സ്ട്രക്റ്റഡ് ആണ്. ചെയിൻ ഇടാൻ നമുക്ക് തടസ്സമില്ല, പ്രയാസമില്ല. വിഷൻ ആണ് ഒബ്സ്ട്രക്റ്റ് ആവുന്നത്. അതായത് ഒരു സർവേ ലൈനിന്റെ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ 2 പോയിന്റ്സും തമ്മിൽ കാണാനാണ് ബുദ്ധിമുട്ട്, പക്ഷെ അവർ തമ്മിൽ ചെയിൻ ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഒബ്സ്ട്രക്ഷന് എക്സാമ്പിൾ നമുക്ക് ഏതായിട്ട് പറയാം? അത്തരത്തിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ഹില്ല് പറയാം. അപ്പൊ ഹില്ല് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്ലോപ്പിന് അലോങ് ആയിട്ടും ചെയിൻ പിന്നെയും ഇടാം, പക്ഷെ പരസ്പരം കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ബിൽഡിംഗ് ഏതൊരു എക്സാമ്പിൾ ആണെന്ന് പറയാം? ബിൽഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ചെയിൻ ഇടാനും ബുദ്ധിമുട്ടാണ്, പോയിന്റ്സ് തമ്മിൽ കാണാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെയിനിങ്ങിനും ഡിഫിക്കൽട്ടി ഉണ്ട്, വിഷനും അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. ഇനി ഒരു പോണ്ട് അല്ലെങ്കിൽ റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? പോണ്ട് അല്ലെങ്കിൽ റിവർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ചെയിൻ ഇടാൻ ഒരു തടസ്സം ഉണ്ടാവും. വെള്ളത്തിന്റെ മേലെ കൂടെ നമുക്ക് ചെയിൻ അല്ലെങ്കിൽ ടേപ്പ് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ ചെയിനിങ് ഡിഫിക്കൽട്ടി ഉണ്ട്, പക്ഷെ പോയിന്റ്സ് തമ്മിൽ പരസ്പരം കാണാം, അതിന് പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചെയിനിങ് ഫ്രീ ആൻഡ് വിഷൻ ഒബ്സ്ട്രക്റ്റഡ്. ഏതാണ് എക്സാമ്പിൾ? ഹില്ല് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. മെറ്റാലിക് ടേപ്പ് ഇസ് മേഡ് അപ്പ് ഓഫ്. മെറ്റാലിക് ടേപ്പ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നു എന്നാണ് ചോദ്യം. പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? മെറ്റാലിക് ടേപ്പ്. അപ്പൊ ഏതോ ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണോ, അലോയ് സ്റ്റീൽ ആണോ, എന്താണത്? മെറ്റാലിക് ടേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ മെറ്റൽ എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. മെറ്റാലിക് ടേപ്പ് എന്ന് പറയുമ്പോൾ അവിടെ മെറ്റൽ വയേഴ്സും വരും, അതുപോലെ തന്നെ ക്ലോത്തും വരും. അപ്പൊ ഈ കേസിൽ നമുക്ക് ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During chaining along a straight line, the leader of the survey has 3 arrows in his hand, while the follower has 7 arrows. The distance of the follower from the starting point is. ചെയിൻ സർവേയിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയിൻ സർവേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ലീഡറുടെ കയ്യിൽ 3 ആരോസ് ഉണ്ട്, ഫോളോവറുടെ കയ്യിൽ 7 ആരോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ എത്ര ഡിസ്റ്റൻസ് കവേർഡ് ആയിരിക്കും എന്നാണ് ചോദ്യം. നമ്മൾ പ്രോസസ് ഓഫ് ചെയിനിങ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് ആരാണ് ലീഡർ, ആരാണ് ഫോളോവർ. യൂഷ്വലി നമ്മൾ ചെയിൻ സർവേയിൽ ചെയിൻ ഇടുന്ന സമയത്ത് ചെയിനിന്റെ ലീഡിങ് എൻഡ് അല്ലെങ്കിൽ ഫോർവേഡ് എൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആളെ പറയുന്ന പേരാണ് ലീഡർ. ആരാണോ റിയർ എൻഡ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത് ആ വ്യക്തിയെ പറയുന്ന പേരാണ് ഫോളോവർ. അപ്പൊ ഈ കേസിൽ ഇവരുടെ 2 പേരുടെയും ഡ്യൂട്ടീസിനെ പറ്റി കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ലീഡർ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോവർ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒബേ ചെയ്യുന്ന ആളാണ് ലീഡർ. അതുപോലെ തന്നെ ഒരു ചെയിൻ ലെങ്ത് കഴിയുന്ന സമയത്ത് ഒരു ആരോ ഫിക്സ് ചെയ്യുന്ന ആള് നമ്മുടെ ലീഡർ ആയിരിക്കും. നേരെ മറിച്ച് ആ ഒരു ചെയിൻ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരോ റിമൂവ് ചെയ്യുന്ന ആൾ നമ്മുടെ ഫോളോവർ ആയിരിക്കും. അപ്പൊ ആലോചിക്കുക, ലീഡറാണ് ആരോ ഫിക്സ് ചെയ്യുന്നത്, ഫോളോവർ ആണ് ആരോ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ചെയിൻ സർവേയുടെ ഇടയ്ക്ക് ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഫോളോവറുടെ കയ്യിൽ 7 ആരോസ് ഉണ്ടെങ്കിൽ എത്ര ചെയിൻ ലെങ്ത് കഴിഞ്ഞിട്ടായിരിക്കും ആ 7 ആരോസ് പിക്ക് ചെയ്തത്? ഫോളോവർ 7 ചെയിൻ ലെങ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 7 ചെയിൻസ് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. The length of a line measured with a 30-meter chain was found to be 240 meter. If the chain was 4 centimeter too short,
വാട്ട് വിൽ ബി ദ ട്രൂ ലെങ്ത് ഓഫ് ദ ലൈൻ. ചെയിൻ സർവേയിൽ നിന്ന് വരുന്ന ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഈ ഒരു പാറ്റേണിലുള്ളതായിരിക്കും. അതായത് ഒരു ചെയിനിന് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടെന്ന് വിചാരിക്കും. ചെയിനിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെങ്ത് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പൊ 20 മീറ്റർ ചെയിൻ എന്ന് പറയുമ്പോൾ 20 മീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്. 30 മീറ്റർ ചെയിൻ എന്ന് പറയുമ്പോൾ 30 മീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ലെങ്ത്. ഈ ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്തിൽ നിന്നും എന്തെങ്കിലും റീസൺസ് കാരണം ചെയിനിന്റെ നീളത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ അത്തരത്തിൽ തെറ്റായ നീളമുള്ള ഒരു ചെയിൻ വെച്ച് നമ്മളൊരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണെങ്കിൽ ആ മെഷർ ചെയ്തെടുക്കുന്ന ഡിസ്റ്റൻസിലും കറസ്പോണ്ടിങ് ആയിട്ടൊരു തെറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മെഷേർഡ് ഡിസ്റ്റൻസിൽ നിന്ന് ട്രൂ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം? ഇതിന് ബേസിക്കലി നമ്മൾ പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഇതാണ്: ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു മെഷേർഡ് ലെങ്ത് ഇൻറ്റു ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദ ചെയിൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദ ചെയിൻ. അപ്പൊ ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ ചെയിൻ വെച്ച് മെഷർ ചെയ്ത ഡിസ്റ്റൻസ് 240 മീറ്റർ ആണ്. ചെയിൻ ഒരു 30 മീറ്റർ ചെയിൻ ആയിരുന്നു. 4 സെന്റിമീറ്റർ ഷോർട്ട് ആയിരുന്നു ആ ചെയിൻ. അപ്പൊ ഈ കേസിൽ നമുക്ക് മെഷർ ഡിസ്റ്റൻസ് ആയിട്ട് 240 എടുക്കാം, സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിട്ട് 30 മീറ്റർ എടുക്കാം. ക്യാപിറ്റൽ എൽ ഡാഷ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദ ചെയിൻ അല്ലെങ്കിൽ പ്രസന്റ്ലി ആ ചെയിനുള്ള ലെങ്ത് എങ്ങനെ എടുക്കാൻ പറ്റും? എൽ ഡാഷ് എന്ന് പറയുന്നത് 30 മീറ്ററിനേക്കാൾ 4 സെന്റിമീറ്റർ കുറവാണെന്ന് പറഞ്ഞു. സോ വി ക്യാൻ റൈറ്റ് 29.96 മീറ്റർ. സോ മെഷേർഡ് ഡിസ്റ്റൻസിൽ നിന്ന് ട്രൂ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 240 ഇൻറ്റു 29.96 ഡിവൈഡഡ് ബൈ 30. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. 239.68 മീറ്റർ ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആയിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. The area measured by a 20 meter chain, 0.5 linked to short, is found to be 120 hectares. What will be the true area? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏരിയ പറ്റിയുള്ള ചോദ്യമാണ്. നേരത്തെ നമ്മൾ ലെങ്ത് ആണ് പറഞ്ഞത്, ഇവിടെ നമ്മൾ ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം. അവിടെ നമ്മൾ മെഷേർഡ് ഡിസ്റ്റൻസിൽ നിന്ന് ട്രൂ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മൾ മെഷേർഡ് ഏരിയയിൽ നിന്ന് ട്രൂ ഏരിയ കണ്ടുപിടിക്കും. നേരത്തെ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? സ്മോൾ എൽ അല്ലെങ്കിൽ ട്രൂ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്മോൾ എൽ ഡാഷ് മെഷേർഡ് ഡിസ്റ്റൻസ് ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡാഷ് ബൈ ക്യാപിറ്റൽ എൽ. അത് ലെങ്ത്തിന്റെ കേസ്. ഇവിടെ ഏരിയ ആയിട്ട് മാറുമ്പോഴത്തേക്കും ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് വരും? ട്രൂ ഏരിയ ഇസ് ഈക്വൽ ടു മെഷേർഡ് ഏരിയ ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ സ്ക്വയർ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് തന്നെ വോളിയത്തിന്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ വി ട്രൂ വോളിയം ഇസ് ഈക്വൽ ടു വി ഡാഷ് മെഷേർഡ് വോളിയം ഇൻറ്റു എൽ ഡാഷ് ബൈ എൽ ഹോൾ ക്യൂബ് എന്നുള്ള രീതിയിലായിരിക്കും ഇക്വേഷൻ വരിക. അപ്പൊ ഇവിടെ ഏതൊക്കെ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മെഷേർഡ് ഏരിയ എന്ന് പറയുമ്പം 120 ഹെക്ടർ ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ 120 ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡാഷ് എങ്ങനെ വരും? എന്ത് പറഞ്ഞിരിക്കുന്നുണ്ട്? 20 മീറ്റർ ചെയിൻ ആണ്, 0.5 ലിങ്ക് ഷോർട്ട് ആണ്. അപ്പൊ 20 മീറ്റർ ചെയിൻ ആണെങ്കിൽ നമുക്കറിയാം ഒരു ലിങ്കിന്റെ ലെങ്ത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ് ആണല്ലോ. അപ്പൊ 0.5 ലിങ്ക് നീളം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.5 ഇൻറ്റു 20 സെന്റിമീറ്റർ അല്ലെങ്കിൽ 0.5 ഇൻറ്റു 0.2 അത്രയും മീറ്റർ ആയിരിക്കും അവിടെ വന്നിരിക്കുന്ന ആ ഒരു ഷോർട്ടൺ ആയിട്ടുള്ള ലെങ്ത്. അതായത് 0.1 മീറ്റർ നീളക്കുറവുണ്ട് നമ്മുടെ ചെയിനിന്. അപ്പൊ ചെയിനിന്റെ ഇപ്പോഴത്തെ നീളം എത്രയായിരിക്കും? 20 മീറ്റർ ചെയിൻ ആണ്, 0.1 മീറ്റർ നീളം കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ചെയിനിന്റെ ലെങ്ത് എത്രയായിരിക്കും? 19.9 മീറ്റർ ആയിരിക്കും. സോ 19.9 ഡിവൈഡഡ് ബൈ 20 സ്ക്വയർ. അപ്പൊ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 118.8 ഹെക്ടേഴ്സ് എന്നായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് മെയിൻ ആയിട്ടും ചെയിൻ സർവേയിൽ നിന്ന് വരുന്നത്. ഈ ബേസിക് ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ലെങ്ത് ആണെങ്കിലും ഏരിയ ആണെങ്കിലും വോളിയം ആണെങ്കിലും. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ചെയിൻ സർവേ പ്രൂഫ് ലൈൻ ഇസ്. ചെയിൻ സർവേയിൽ നമ്മൾ കുറച്ച് ടേംസ് നോക്കും. സ്റ്റേഷൻ എന്താണ്? സ്റ്റേഷൻ. മെയിൻ സർവേ ലൈൻ എന്താണ്? സ്റ്റേഷൻസിനെ കണക്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ് മെയിൻ സർവേ ലൈൻസ്. ബേസ് ലൈൻ എന്താണ്? ഏറ്റവും വലിയ മെയിൻ സർവേ ലൈൻ ആണ് ബേസ് ലൈൻ. അങ്ങനെ കുറേ ടേംസ് പഠിക്കും. അങ്ങനെ നമ്മൾ പഠിക്കുന്ന ടേമിൽ ഒരെണ്ണമാണ് നമ്മുടെ പ്രൂഫ് ലൈൻ. എന്താണ് ഈ പ്രൂഫ് ലൈൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൂഫ് ലൈനിന്റെ ഒരു ഓൾട്ടർനേറ്റ് നെയിം നിങ്ങൾ ആലോചിച്ച് വെക്കുക. പ്രൂഫ് ലൈൻ ഇസ് ഓൾസോ നോൺ ആസ് ചെക്ക് ലൈൻ. അപ്പൊ എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? നമ്മുടെ വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ലൈനാണ് ചെക്ക് ലൈൻ അല്ലെങ്കിൽ പ്രൂഫ് ലൈൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം.
ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷൻ സി യൂസ്ഡ് ടു ചെക്ക് ദ ആക്യുറസി ഓഫ് വർക്ക്, അതാണ് ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം. പ്രൂഫ് ലൈൻ, അതിന്റെ ഓൾട്ടർനേറ്റ് നെയിം ഓർത്ത് വെക്കണം, ചെക്ക് ലൈൻ. ആ പേര് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ചെക്ക് ലൈൻ ആണ് വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, all offsets which are not at right angles to the main survey lines according to direction are known as. ഒരു മെയിൻ സർവേ ലൈനിൽ നിന്ന് റൈറ്റ് ആംഗിൾസിൽ അല്ലാതെ വരുന്ന ഓഫ്സെറ്റിനെ എല്ലാം എങ്ങനെ നമ്മൾ പേര് പറയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഒബ്ലിക് ഓഫ്സെറ്റ് ആയിരിക്കും. അപ്പൊ എന്താണ് ഓഫ്സെറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓഫ്സെറ്റ് എന്താണ്? ഒരു മെയിൻ സർവേ ലൈനിൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ അതിലേക്ക് എടുക്കുന്ന ലാറ്ററൽ മെഷർമെന്റിന് പറയുന്ന പേരാണ് ഓഫ്സെറ്റ്. അപ്പൊ ഈ ഓഫ്സെറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓഫ്സെറ്റിനെ നമുക്ക് മെയിൻ ആയിട്ടും 2 ക്രൈറ്റീരിയ വെച്ച് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ആ ഓഫ്സെറ്റിന്റെ ലെങ്ത്തിന്റെ ബേസിസിലും, രണ്ടാമത്തത് ആ ഓഫ്സെറ്റ് നമ്മുടെ സർവേ ലൈനുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിന്റെ ബേസിസിലും. അപ്പൊ ലെങ്ത്തിന്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടൈപ്പിൽ മാത്രമേ ഓഫ്സെറ്റ് പറയുന്നുള്ളൂ, ഷോർട്ട് ഓഫ്സെറ്റും ലോങ് ഓഫ്സെറ്റും. എളുപ്പമാണ് പഠിക്കാൻ അല്ലെ? അപ്പൊ അവിടെ ഒരു ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ലെങ്ത് നമ്മൾ പറയാറുണ്ട്. യൂഷ്വലി 15 മീറ്റർ ആണ് നമ്മൾ ആ പറയുന്ന ലിമിറ്റിംഗ് വാല്യൂ. 15 മീറ്ററിൽ കൂടുന്നതൊക്കെ നമ്മൾ ലോങ് ഓഫ്സെറ്റ് ആയിട്ടാണ് പറയുക. അതുപോലെ ആംഗിളിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ 2 ക്ലാസിഫിക്കേഷൻ ആണ്, പെർപെൻഡിക്കുലർ ഓഫ്സെറ്റും ഒബ്ലിക് ഓഫ്സെറ്റും. നമ്മുടെ സർവേ ലൈനുമായിട്ട് 90 ഡിഗ്രി ആണ് ഓഫ്സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പെർപെൻഡിക്കുലർ ഓഫ്സെറ്റ് ആയിരിക്കും. നമ്മുടെ സർവേ ലൈനുമായിട്ട് 90 ഡിഗ്രി അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ആംഗിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഒബ്ലിക് ഓഫ്സെറ്റ് എന്നുമായിരിക്കും നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ലൈൻ റേഞ്ചർ ഇസ് യൂസ്ഡ്. ലൈൻ റേഞ്ചർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് എന്തിന് യൂസ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓർത്ത് വെക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ലൈൻ റേഞ്ചർ, അതിന്റെ പേര് നോക്കൂ, റേഞ്ചർ എന്ന് പറയുന്ന ഒരു ടേം അവിടെയുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ലൈൻ റേഞ്ചർ യൂസ് ചെയ്യുന്നത് ആക്ച്വലി റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനാണ്. എളുപ്പമാണ്, റേഞ്ചിങ് ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ് റേഞ്ചിങ്? ഒരു ലോങ് സർവേ ലൈനിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പ്രോസസ്സാണ് റേഞ്ചിങ്. അപ്പൊ ആ രീതിയിൽ റേഞ്ചിങ് ചെയ്യാൻ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിനെ ഫിക്സ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ലൈൻ റേഞ്ചർ. അപ്പോൾ ഓപ്ഷൻ എ നോക്കാം, ഫോർ ലൊക്കേറ്റിംഗ് ഇന്റർമീഡിയറ്റ് സ്റ്റേഷൻസ് ഇൻ എ ചെയിൻ ലൈൻ. അതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ. 2 രീതിയിൽ പൊതുവെ നമ്മൾ ഈ റേഞ്ചിങ് ചെയ്യും. ഒന്ന് ഡയറക്റ്റ് റേഞ്ചിങ്, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ റെസിപ്രോക്കൽ റേഞ്ചിങ്. അതായത് നമുക്ക് ഈ ഏത് സർവേ ലൈനിലാണോ ഇന്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യേണ്ടത് ആ സർവേ ലൈനിന്റെ 2 അറ്റവും പരസ്പരം കാണാൻ പറ്റുന്ന 2 പോയിന്റ്സ് ആണെങ്കിൽ, അതായത് എ ബി ആണ് നമ്മുടെ സർവേ ലൈൻ, എയിൽ നിന്ന് നോക്കിയാൽ ബി കാണാം, ബിയിൽ നിന്ന് നോക്കിയാൽ എയും കാണാം, അങ്ങനെയാണ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് എന്നാ പറയാ. ഈ ലൈൻ റേഞ്ചർ വെച്ച് ചെയ്യുന്ന റേഞ്ചിങ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റേഞ്ചിങ്ങിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നേരെ മറിച്ച് ഇൻഡയറക്റ്റ് റേഞ്ചിങ് അല്ലെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് നെയിം റെസിപ്രോക്കൽ റേഞ്ചിങ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള ആ ഒരു ലോങ് സർവേ ലൈനിൽ 2 എൻഡ് പോയിന്റ്സും മ്യൂച്വലി ഇന്റർവിസിബിൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന റേഞ്ചിങ് മെത്തേഡാണ് ഇൻഡയറക്റ്റ് റേഞ്ചിങ്. ഓക്കെ, അപ്പൊ ലൈൻ റേഞ്ചർ ആലോചിക്കണം, റേഞ്ചിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ. എന്താണ് ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ? ഇത് ഒരുപാട് നമ്മുടെ പരീക്ഷകൾക്ക് മുൻപ് വന്ന ചോദ്യമാണ്. ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന കാര്യം ട്രയാങ്കുലേഷൻ. ട്രയാങ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഏരിയ നമ്മൾ കുറേ ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ ട്രയാങ്കിളിനെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സർവേ ചെയ്ത് പ്രൊസീഡ് ചെയ്യുന്നു. അതാണ് ട്രയാങ്കുലേഷൻ. അപ്പൊ ഈ രീതിയിൽ സർവേ ചെയ്യുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർവേയുടെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ആലോചിക്കാം. വർക്കിംഗ് ഫ്രം ഹോൾ ടു പാർട്ട്. വലിയൊരു ഏരിയയിൽ നിന്ന് കുറെ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ഓരോ പാർട്ടിനെയും സർവേ ചെയ്ത് പോകുന്നു. അത് തന്നെയാണ് ബേസിക്കലി ട്രയാങ്കുലേഷൻ. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? എറേഴ്സിന്റെ അക്യുമുലേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാം. എറേഴ്സ് അക്യുമുലേറ്റ് ചെയ്താൽ നമുക്ക് തടയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം എറേഴ്സിനെ നമുക്ക് ലോക്കലൈസ് ചെയ്യാം, ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അപ്പൊ അത് ഈ ഒരു ട്രയാങ്കുലേഷൻ്റെയോ അല്ലെങ്കിൽ ഹോൾ ടു പാർട്ട് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളിന്റെയോ അഡ്വാൻറ്റേജ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാവുന്നതാണ്, അഡീഷണൽ പോയിന്റ് ആയിട്ട്. അപ്പൊ ആലോചിക്കുക, പ്രിൻസിപ്പിൾ ഓഫ് ചെയിൻ സർവേ ഇസ് ട്രയാങ്കുലേഷൻ. Next question.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇൻസ്ട്രുമെന്റ് ഫോർ സെറ്റിംഗ് ഔട്ട് റൈറ്റ് ആംഗിൾസ്? ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ നേരത്തെ കണ്ടു ഓൾറെഡി. ഒരു മെയിൻ സർവേ ലൈനിൽ നിന്ന് റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഇൻസ്ട്രുമെന്റ്സ് നോക്കാം. ഒന്നാമത്തെ ഇൻസ്ട്രുമെന്റ് ക്രോസ് സ്റ്റാഫ്. ക്രോസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ബേസിക്കലി ഈ പറഞ്ഞതുപോലെ നമ്മുടെ സർവേ ലൈനുമായിട്ട് ഒരു പർട്ടിക്കുലർ ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ക്രോസ് സ്റ്റാഫ് പ്രധാനമായിട്ട് നമുക്ക് 3 ടൈപ്പിൽ അവൈലബിൾ ആണ്. ഓപ്പൺ ക്രോസ് സ്റ്റാഫ്, ഫ്രഞ്ച് ക്രോസ് സ്റ്റാഫ്, അഡ്ജസ്റ്റബിൾ ക്രോസ് സ്റ്റാഫ്. അപ്പോൾ ക്രോസ് സ്റ്റാഫ് വെച്ച് നമുക്ക് സുഖമായിട്ട് ഒരു സർവേ ലൈനെ വിട്ട് 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ നമുക്ക് സെറ്റ് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ക്രോസ് സ്റ്റാഫ് ആയിരിക്കില്ല ആൻസർ. ദെൻ ടാർഗറ്റ് സ്റ്റാഫ്. എന്താണ് ടാർഗറ്റ് സ്റ്റാഫ്? ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ലെവലിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ്. ലെവലിംഗിൽ നമുക്ക് 2 ടൈപ്പിലുള്ള ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും വരുന്നത്, ഒരു ലെവലും ഒരു ലെവലിംഗ് സ്റ്റാഫും. അപ്പോൾ ആ ലെവലിംഗ് സ്റ്റാഫിന്റെ ഒരു ടൈപ്പ് ആണ് ആക്ച്വലി നമ്മുടെ ടാർഗറ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് സ്റ്റാഫ് ചോദ്യം വരുന്നത് എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിൽ നമ്മൾ ഈ ടാർഗറ്റ് സ്റ്റാഫ് യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിസിൽ ചോദ്യം വരാറുണ്ട്. പൊതുവെ നമ്മുടെ ലെവലും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റും നമ്മുടെ ലെവലിംഗ് സ്റ്റാഫും വെച്ചിരിക്കുന്ന പോയിന്റ് തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെങ്കിൽ അത്തരം കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ടാർഗറ്റ് സ്റ്റാഫ്. അതിന് ചെയിൻ സർവേയുമായിട്ട് കണക്ഷൻ ഒന്നുമില്ല. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ടാർഗറ്റ് സ്റ്റാഫ് ആണ്. എന്നാലും നമുക്ക് ഉത്തരം കിട്ടിയെങ്കിലും ബാക്കി 2 ഓപ്ഷൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒപ്റ്റിക്കൽ സ്ക്വയർ, പ്രിസം സ്ക്വയർ. ഒപ്റ്റിക്കൽ സ്ക്വയർ നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രിസം സ്ക്വയറും ഒപ്റ്റിക്കൽ സ്ക്വയർ പോലെ തന്നെ നമ്മുടെ സർവേ ലൈനുമായിട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾസ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഇതിൽ ക്രോസ് സ്റ്റാഫും ഒപ്റ്റിക്കൽ സ്ക്വയറും പ്രിസം സ്ക്വയറും റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതിന് യൂസ് ചെയ്യാത്തത് ഏത് എന്നാണ് ചോദ്യം. ദാറ്റ് ഇസ് ടാർഗറ്റ് സ്റ്റാഫ്. അടുത്ത ചോദ്യം, ചെയിൻ സർവേ ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ. ചെയിൻ സർവേ ഏത് കണ്ടീഷൻസിൽ സ്യൂട്ടബിൾ ആണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, ഏരിയ ടു ബി സർവേഡ് ഇസ് സ്മോൾ. ഓപ്ഷൻ ബി, ഗ്രൗണ്ട് ഇസ് ഫെയർലി ലെവൽ. ഓപ്ഷൻ സി, ഓപ്പൺ ഏരിയാസ് വിത്ത് ഫ്യൂ ഒബ്സ്ട്രക്ഷൻസ്. ഇതിൽ ഏത് കണ്ടീഷനിലാണ് ചെയിൻ സർവേ മോസ്റ്റ് സ്യൂട്ടബിൾ? എല്ലാ കണ്ടീഷൻസിലും സ്യൂട്ടബിൾ ആണ്. ഈ കൊടുത്തിരിക്കുന്ന 3 കണ്ടീഷൻസും ചെയിൻ സർവേ നമ്മൾ പ്രിഫർ ചെയ്യുന്ന 3 സിറ്റുവേഷൻസ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വരിക? ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ആലോചിച്ച് വെക്കണം ഈ 3 പോയിന്റ്സ്. ചെയിൻ സർവേ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർവേ ചെയ്യാൻ പോകുന്ന ഏരിയ ചെറിയ ഏരിയ ആയിരിക്കണം, ഗ്രൗണ്ട് ഏകദേശം ലെവലായിട്ടുള്ള ഗ്രൗണ്ട് ആയിരിക്കണം, ഓപ്പൺ ഏരിയാസ് ആയിരിക്കണം, ഒബ്സ്ട്രക്ഷൻസ് ഒന്നും അധികം ഇല്ലാത്ത ഏരിയാസ്. ഈ 3 കണ്ടീഷൻസിലാണ് നമുക്ക് എളുപ്പം നമ്മുടെ കയ്യിലുള്ള ഒരു ചെയിൻ വെച്ച് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ചോദ്യം നോക്കാം. When the measured length is less than actual length, the error is known as. എന്താണ് എറർ? എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയുടെ മെഷേർഡ് വാല്യൂയും അതിന്റെ ട്രൂ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ കേസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? മെഷേർഡ് ലെങ്ത് ഇസ് ലെസ് ദാൻ ആക്ച്വൽ ലെങ്ത്. ആക്ച്വൽ ലെങ്തിനേക്കാൾ കുറവാണ് മെഷേർഡ് ലെങ്ത്. അപ്പൊ എറർ ഏത് തരത്തിലുള്ളതായിരിക്കും? എന്തായിരുന്നു എറർ? മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് ലെങ്ത് മൈനസ് ആക്ച്വൽ ലെങ്ത്. അപ്പൊ നിങ്ങൾ നോക്കൂ, മെഷേർഡ് ലെങ്ത് മൈനസ് ആക്ച്വൽ ലെങ്ത് എന്ന് പറഞ്ഞ ഇക്വേഷനിൽ മെഷേർഡ് ലെങ്ത് ആക്ച്വൽ ലെങ്തിനേക്കാൾ കുറവാണെങ്കിൽ അവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും വരിക. സോ നെഗറ്റീവ് എറർ ആണ് കറക്റ്റ് ആൻസർ. The instrument attached to the wheel of any vehicle to measure the distance is known as. ചെയിൻ സർവേയിൽ നമ്മൾ ചെയിനും ടേപ്പും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമെങ്കിലും അല്ലാതെയും കുറേ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്. മെയിനായിട്ടും ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ ലീനിയർ മെഷർമെന്റ്സ് അല്ലെങ്കിൽ ലെങ്ത് മെഷർമെന്റ്സ് ഫീൽഡിൽ എടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഉണ്ട്, അതായത് ചെയിനോ ടേപ്പോ വെച്ച് മെഷർ ചെയ്യുന്നു. ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെന്റ് ഉണ്ട്, നമ്മുടെ ടാക്യോമെട്രി എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെന്റ് ഉണ്ട്, നമ്മുടെ ടോട്ടൽ സ്റ്റേഷൻ. പിന്നെ വരുന്നത് കുറച്ച് മിസ്ലേനിയസ് ആയിട്ടുള്ള മെത്തേഡ്സ്. ആ മിസ്ലേനിയസ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ ഓഡോമീറ്റർ. ഓഡോമീറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡോമീറ്റർ എന്ന് പറയുന്നത് വണ്ടികളുടെ വീലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അപ്പൊ അവിടെ അത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസിസിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീൽസിന്റെ റൊട്ടേഷൻ അല്ലെങ്കിൽ റെവല്യൂഷന്റെ ബേസിസിലായിരിക്കും. വീൽ റൊട്ടേറ്റ് ആവുന്നുണ്ടല്ലോ, അപ്പൊ വീൽ റൊട്ടേറ്റ് ആവുന്നു, അപ്പൊ അതൊരു സർക്കംഫറൻസ് കവർ ചെയ്യുന്നു. അപ്പൊ എത്ര തവണ വീൽ റൊട്ടേറ്റ് ചെയ്തു, എത്രയാണ് അതിന്റെ സർക്കംഫറൻസ്, ഈ 2 വാല്യൂസ് എല്ലാം വെച്ചിട്ട് നമുക്ക്
ആ ടോട്ടൽ ആ വണ്ടി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഡിവൈസ് ആണ് ഓഡോമീറ്റർ. സോ ഇൻസ്ട്രുമെന്റ് അറ്റാച്ച് ടു ദ വീൽ ഓഫ് എനി വെഹിക്കിൾ, ഈ ഒരു കീവേഡ് ആണ് നിങ്ങൾ കൃത്യമായിട്ടും ഓർത്ത് വെക്കേണ്ടത്, ഓഡോമീറ്റർ. നെക്സ്റ്റ് വൺ, ദ യൂസ് ഓഫ് ടൈ ലൈൻ ഇസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൂഫ് ലൈൻ അല്ലെങ്കിൽ ചെക്ക് ലൈൻ. എന്തിനായിരുന്നു? വർക്കിന്റെ ആക്യുറസി ചെക്ക് ചെയ്യാനുള്ള ഒരു ലൈൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടൈ ലൈനിന്റെ യൂസ് എന്താണ്? ടൈ ലൈനും നമ്മൾ ചെയിൻ സർവേയിൽ ഫീൽഡിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സർവേ ലൈൻ ആണ്. എന്താണ് ടൈ ലൈനിന്റെ യൂസ്? ടൈ ലൈൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ലൊക്കേറ്റ് ഇന്റീരിയർ ഡീറ്റെയിൽസ്. നമ്മുടെ മെയിൻ സർവേ ലൈൻസിന്റെ നെറ്റ്വർക്കിൽ നിന്നൊക്കെ കുറച്ച് അകത്തോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ നമുക്ക് ഈ സർവേ ലൈനിൽ നിന്ന് ഓഫ്സെറ്റ് എടുക്കുമ്പോൾ ഒരുപാട് ലെങ്ത് കൂടി പോകും ഓഫ്സെറ്റിന്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് വേണമെങ്കിൽ പുതിയ കുറച്ച് ലൈൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ദാറ്റ് ആ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ലൈനിൽ നിന്ന് മെഷർ ചെയ്താൽ മതി പോയിന്റിലേക്കുള്ള ഓഫ്സെറ്റ്. അപ്പൊ ഓഫ്സെറ്റിന്റെ ലെങ്ത് നമുക്ക് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഓഫ്സെറ്റിന്റെ നീളം കുറച്ചുകൊണ്ട് കുറച്ച് ഉള്ളിലോട്ട് അല്ലെങ്കിൽ ഇന്റീരിയർ പോർഷനിലോട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സിനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലൈൻസിന് പറയുന്ന പേരാണ് ടൈ ലൈൻസ്. അപ്പൊ ഈ കേസിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ടു ലൊക്കേറ്റ് ഇന്റീരിയർ ഡീറ്റെയിൽസ്. അടുത്ത ചോദ്യം, the angle between reflecting surfaces of a pentaprism in prism square is. നേരത്തെ നമ്മൾ പ്രിസം സ്ക്വയർ പറഞ്ഞല്ലേ, എന്തിനായിരുന്നു പ്രിസം സ്ക്വയർ? നമ്മുടെ ഒരു ലോങ് സർവേ ലൈനിൽ നിന്ന് റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മുടെ പ്രിസം സ്ക്വയർ. അപ്പൊ പ്രിസം സ്ക്വയറിനകത്ത് ഒരു പെന്റാപ്രിസം ഉണ്ടായിരിക്കും. ആ പെന്റാപ്രിസത്തിന്റെ റിഫ്ലക്റ്റിംഗ് ഫേസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്ര? 45 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ. അത് ഓർത്ത് വെക്കണം. പ്രിസം സ്ക്വയർ നമ്മുടെ ഒപ്റ്റിക്കൽ സ്ക്വയർ പോലെ തന്നെയാണ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഡബിൾ റിഫ്ലക്ഷൻ തന്നെയാണ് എന്നൊക്കെ നമുക്ക് പറയാം. അടുത്ത ചോദ്യം, 20 meter chain was found to be 0.02 meter too long after chaining 100 meter. It was found to be 0.04 meter too long after chaining a total length of 600 meter. If the chain was correct before commencing the work, then the true distance is. അപ്പോൾ ഈ കേസിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഒക്കെ സെയിം ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു 20 മീറ്ററിന്റെ ചെയിൻ ആണ്. ഒരു 100 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പം ആ ചെയിനിന് 0.02 മീറ്ററിന്റെ ലെങ്ത് വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലായി. ടോട്ടൽ ഒരു 600 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ നീളത്തിൽ ഒരു 0.04 മീറ്റർ ലെങ്ത് വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 600 മീറ്റർ മെഷർഡ് ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രൂ ലെങ്ത് എത്രയായിരിക്കും? ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യം നമുക്ക് 2 പാർട്ടായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ എങ്ങനെ ചെയ്യാം ഈ ചോദ്യം? ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 0 മീറ്റർ മുതൽ ആദ്യത്തെ 100 മീറ്റർ വരെയുള്ള പാർട്ടാണ്. അപ്പൊ ഈ കേസിൽ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? മെഷേർഡ് ലെങ്ത് 100 മീറ്റർ ആയിട്ട് എടുക്കാം. അതുപോലെ സ്റ്റാൻഡേർഡ് ലെങ്ത് ഓഫ് ദ ചെയിൻ 20 മീറ്റർ ആണ്. ദെൻ ഇൻകറക്റ്റ് ലെങ്ത് ഓഫ് ദ ചെയിൻ, അല്ലെങ്കിൽ ചെയിനിന് ഇപ്പോഴുള്ള നീളം എത്ര? 0.02 മീറ്റർ നീളം കൂടുതലുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം കൂടെ ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയിൻ വർക്ക് കമൻസ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരുന്നു. എന്താണ് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ നീളം എത്രയാണ് നമുക്ക് കൃത്യമായിട്ടും എൻഷുർ ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ലെങ്ത് തന്നെയാണെന്നുള്ളത്. അപ്പൊ 20 മീറ്ററിന്റെ ചെയിൻ ആണെങ്കിൽ വർക്ക് തുടങ്ങുന്ന സമയത്ത് അതിന്റെ നീളം 20 മീറ്റർ തന്നെയാണ്. 100 മീറ്റർ മെഷർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ലെങ്ത്തിൽ ആ ഒരു 0.02 മീറ്റർ വ്യത്യാസം വന്നത്. അപ്പൊ ഈ കേസിൽ നമ്മൾ എൽ ഡാഷ് എടുക്കുമ്പം ആവറേജ് വാല്യൂ വേണം എടുക്കാൻ. 20 + 20.02 / 2. അപ്പൊ എത്ര വരും? 20.01 മീറ്റർ എന്ന് പറയുന്ന വാല്യൂ വരും. അപ്പൊ ഈ കേസിൽ നമുക്ക് ആദ്യത്തെ ഒരു കറസ്പോണ്ടിങ് ട്രൂ ഡിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 100 × 20.01 ഡിവൈഡഡ് ബൈ 20. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ആൻസർ കിട്ടും. 100.05 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. 100.05 മീറ്റർ. ഇനി സെക്കൻഡ് പാർട്ടിലോട്ട് വരാം. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് 100 മീറ്റർ മുതൽ ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത 600 മീറ്റർ വരെയാണ്. അപ്പൊ ഈ കേസിൽ എത്രയാണ് മെഷേർഡ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടി വരുന്നത്? മെഷേർഡ് ലെങ്ത് ആയിട്ട് എടുക്കേണ്ടി വരുന്നത് 500 മീറ്റർ ആയിരിക്കും. ഈ കേസിൽ എൽ ഡാഷ് എങ്ങനെ എടുക്കും? ഇവിടെ നമ്മൾ പറഞ്ഞു
600 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ചെയിന്റെ നീളത്തിൽ ഒരു 0.04 മീറ്ററിന്റെ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 100 മീറ്ററിൽ എത്തി നിൽക്കുമ്പോൾ ചെയിന്റെ നീളം 20.02 ആണ്. 600 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും 20.04 ആയി. അപ്പോൾ ഈ രണ്ട് വാല്യൂസിന്റെ ആവറേജ് വേണം ഈ കേസിൽ നമ്മൾ എടുക്കാൻ. 20.02 പ്ലസ് 20.04 ബൈ 2, 20.03 മീറ്റർ. അപ്പോൾ ഈ കേസിൽ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ട്രൂ ഡിസ്റ്റൻസ് വിൽ ബി ഈക്വൽ ടു 500 ഇൻറ്റു 20.03 ഡിവൈഡഡ് ബൈ 20, 500.75 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് പാർട്ടായിട്ട് നമ്മൾ രണ്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, 100.05ഉം 500.75. ഇനി എന്ത് ചെയ്താൽ മതി? ടോട്ടൽ കറക്റ്റ് ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ രണ്ട് ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്താൽ മതി. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രകാരം 600.8 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. Hypotenusal allowance to be applied to each 20 meter chain length along a slope of theta degree is. Hypotenusal allowance കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ഇക്വേഷൻ എന്താണ്? HA hypotenusal allowance is equal to L into sec theta minus 1. L എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ചെയിൻ ഏതാണോ അതിന്റെ ലെങ്ത്. അപ്പൊ ഈ കേസിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു 20 മീറ്റർ ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയായിരിക്കും ഹൈപ്പോട്ടൻഷ്യൽ അലവൻസ്? എല്ലിന്റെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 20 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ 20 ഇൻറ്റു സീക് തീറ്റ മൈനസ് 1 അത്രയും മീറ്റേഴ്സ് ആയിരിക്കും. അടുത്ത ചോദ്യം. ബ്രാസ് ഹാൻഡിൽ ഓഫ് എ ചെയിൻ ഇസ് കണക്റ്റഡ് ടു ദ ലിങ്ക് ബൈ. നമ്മുടെ ചെയിനിന്റെ ഹാൻഡിൽസ് ബ്രാസ് എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് ലിങ്കുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏത് തരം ജോയിന്റ് വെച്ചിട്ടാണ്? ഫ്ലെക്സിബിൾ ജോയിന്റ് ആണോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് ആണോ, ബട്ട് ജോയിന്റ് ആണോ, സ്വിവൽ ജോയിന്റ് ആണോ? കറക്റ്റ് ആൻസർ ഇസ് സ്വിവൽ ജോയിന്റ് അല്ലെങ്കിൽ ഐ ബോൾട്ട് കണക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അടുത്ത ചോദ്യം. എറർ ഡ്യൂ ടു സാഗ് ഇൻ ചെയിനിങ് ഇസ്. ചെയിൻ സാഗ് ചെയ്യും അല്ലെ, ഒന്ന് വളഞ്ഞു പോവും. എന്തുകൊണ്ടാ? അതിന്റെ വെയിറ്റ് കൊണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എറർ ഏത് തരത്തിലുള്ളതായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ സാഗ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇപ്പൊ സപ്പോസ് ഇതാണ് രണ്ട് പോയിന്റ്സ് എന്ന് വിചാരിക്കും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ചെയിൻ ഇരുന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നേനെ, പക്ഷെ സാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെയായിരിക്കും വരിക. അപ്പൊ ഈ കേസിൽ എന്ത് സംഭവിക്കും? നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ചെയിൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിനേക്കാൾ കുറവേ ഉണ്ടായിരിക്കുള്ളൂ അവർ തമ്മിലുള്ള ആക്ച്വൽ ലെങ്ത്. അപ്പൊ എന്ത് വന്നു? മെഷേർഡ് ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വൽ ലെങ്തിനേക്കാൾ കൂടുതലായിട്ട് വന്നു. സോ എററിന്റെ സൈൻ ഏതായിരിക്കും? പോസിറ്റീവ് സൈൻ ആയിരിക്കും. മനസ്സിലായോ? അത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഒരു നേച്ചറും ആയിരിക്കും. സോ ക്യുമുലേറ്റീവ് ആൻഡ് പോസിറ്റീവ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. പ്രത്യേകം ശ്രദ്ധിക്കണം, ചോദിച്ചിരിക്കുന്നത് എറർ ഡ്യൂ ടു സാഗ് ഇൻ ദ ചെയിൻ ആണ്. യൂഷ്വലി കറക്ഷനും ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും കറക്ഷൻ? സബ്ട്രാക്റ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് കറക്ഷൻ ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം, എറർ ആണോ കറക്ഷൻ ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എറർ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, കറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ്. അടുത്ത ചോദ്യം. One of the methods to set out a perpendicular to the chain line is 3-4-5 method. Another method identical to 3-4-5 method is. നമ്മുടെ സർവേ ലൈനുമായിട്ട് റൈറ്റ് ആംഗിൾസ് സെറ്റ് ഔട്ട് ചെയ്യാൻ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും ഫീൽഡിൽ. അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. അപ്പൊ ആ പൈത്തഗോറസ് തിയറം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സ് ആണ് ആക്ച്വലി 3-4-5. അപ്പൊ ഈ 3-4-5 മെത്തേഡ് എന്ന് പറഞ്ഞൊരു പേര് നമ്മൾ ആ ഒരു റൂളിന് കൊടുക്കാറുണ്ട്. അതിന് ഐഡന്റിക്കൽ ആയിട്ട് സിമിലർ ആയിട്ട് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കോമ്പിനേഷൻ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് നോക്കിയാൽ മതി? 3-4-5 പോലെ തന്നെ വരുന്ന മറ്റൊരു പൈത്തഗോറിയൻ ട്രിപ്ലറ്റ് ഏതാണ് എന്ന് ചെക്ക് ചെയ്താൽ മതി. 3-4-5ന്റെ പ്രത്യേകത എന്താണ്? ആക്ച്വലി മാത്തമാറ്റിക്കലി നമുക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 3² + 4² = 5². അപ്പൊ ഈ രീതിയിൽ ഇക്വേഷനിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ പൈത്തഗോറിയൻ ട്രിപ്ലറ്റ്സ് എന്നാണ് പറയാം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും നമ്പേഴ്സ് അങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 6, 8, 10 നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ എഴുതാൻ പറ്റും? 6² + 8² = 10². അപ്പോൾ 6, 8, 10 ഒരു പൈത്തഗോറിയൻ ട്രിപ്ലറ്റിന് എക്സാമ്പിൾ ആണ്. സോ 3-4-5 മെത്തേഡിന് സിമിലർ ആയിട്ട് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ആയിട്ട് പറയുന്ന വേറൊരു കാര്യമാണ് 6, 8, 10 മെത്തേഡ്.
സ്ലോപ്പ് കറക്ഷൻ ഇസ് ഓൾവേസ്. എഗെയിൻ കറക്ഷൻസ് എന്നാണ് ചെയിൻ സർവേയിൽ നിന്ന് ഈ രീതിയിലുള്ള സൈൻ എപ്പോഴും ചോദിക്കുന്നത് കേട്ടോ. ചോദ്യത്തില് സ്ലോപ്പ് കറക്ഷന്റെ സൈൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾവേസ് ഓൾവേസ് നെഗറ്റീവ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റീവ് ആണ്. സാഗ് കറക്ഷനും ഓൾവേസ് സബ്ട്രാക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ബാഡ് റേഞ്ചിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കറക്ഷനും ഓൾവേസ് സബ്ട്രാക്റ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻവാർ ടേപ്പ് ഇസ് മേഡ് അപ്പ് ഓഫ് എൻ അലോയ് ഓഫ്. ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ എന്തിൻ്റെയൊക്കെ അലോയ് ആണ് എന്നാണ് ചോദ്യം. ബേസിക്കലി സ്റ്റീലിന്റെയും നിക്കലിന്റെയും അലോയ് ആണ്. അതിൽ തന്നെ ഇത് രണ്ടും എത്ര പെർസെൻറ്റേജ് വീതമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീൽ 64%, നിക്കൽ 36% ആയിരിക്കും. ഓർത്ത് വെക്കണം, സ്റ്റീൽ 64% ആൻഡ് നിക്കൽ 36% കൂടി ചേരുന്ന ഒരു അലോയ് ആണ് നമ്മുടെ ഇൻവാർ. ഇൻവാറിനെ പറ്റി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇൻവാർ എന്ന് പറയുന്ന മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻവാർ കൊണ്ട് ഉണ്ടാക്കുന്ന ടേപ്പ് ഒക്കെ നല്ല ആക്യുറേറ്റ് ആണെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവാറിന് കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ വളരെ വളരെ കുറവാണ്. ടെമ്പറേച്ചറിൽ കാര്യമായിട്ട് ചേഞ്ച് വന്നാലും ഈ മെറ്റീരിയലിന് വലിയ തോതിൽ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഇൻവാറിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A 20-meter chain is generally divided into dash links. ഒരു 20 മീറ്ററിന്റെ ചെയിൻ യൂഷ്വലി എത്ര ലിങ്ക്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 100 ലിങ്ക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ലിങ്കിന്റെ ലെങ്ത് ഓർക്കണം 20 സെന്റിമീറ്റർ ആണ്. അപ്പൊ 20 മീറ്റർ ചെയിൻ എന്ന് പറയുമ്പോൾ അവിടെ 100 ലിങ്ക്സ് ഉണ്ടായിരിക്കും. 30 മീറ്റർ ചെയിനിൽ എത്ര ലിങ്ക്സ് ഉണ്ടായിരിക്കും? 150 ലിങ്ക്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഈ ലിങ്ക് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ അറിയാമോ? ഗാൽവനൈസ്ഡ് മൈൽഡ് സ്റ്റീൽ വയർ ഓഫ് 4 mm ഡയമീറ്റർ ആണ് ലിങ്ക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തടുത്ത ലിങ്ക്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് 3 സർക്കുലർ മെറ്റൽ റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരു സർക്കുലർ സെൻട്രൽ റിംഗ് മുതൽ അടുത്ത സർക്കുലർ സെൻട്രൽ റിംഗ് വരെയായിരിക്കും ഒരു ലിങ്കിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മൾ 20 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നത്. ചെയിനിന്റെ രണ്ട് എൻഡിലായിട്ട് 2 ഹാൻഡിൽസ് നമുക്ക് കാണാൻ പറ്റും. ബ്രാസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ഹാൻഡിലിന്റെ ഔട്ട്സൈഡ് മുതൽ അടുത്ത ഹാൻഡിലിന്റെ ഔട്ട്സൈഡ് വരെയാണ് ടോട്ടൽ ആ ചെയിനിന്റെ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇനി നമുക്ക് കോമ്പസ് സർവേയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻക്ലിനേഷൻ ഓഫ് ദ നീഡിൽ വിത്ത് ഹൊറിസോണ്ടൽ ഇസ് ഡാഷ് ഓഫ് ദ നീഡിൽ. ഒരു മാഗ്നറ്റിക് നീഡിൽ, നല്ല രീതിയിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മാഗ്നറ്റൈസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു നീഡിലിന് അതിന്റെ ഹൊറിസോണ്ടലുമായിട്ടുള്ള ചരിവിനെ, ഇൻക്ലിനേഷന് പറയുന്ന പേരെന്താണ്? ഡിപ്പ് എന്നാണ് നമ്മൾ പറയാ. മാഗ്നറ്റിക് ഡിപ്പ് എന്നാണ് നമ്മൾ പറയാ. ഈ മാഗ്നറ്റിക് ഡിപ്പ് കാരണം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നീഡിലിന്റെ നോർത്ത് എൻഡ് താഴേക്ക് ഡൗൺവേർഡ് ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ നീഡിലിന്റെ സൗത്ത് എൻഡ് സദേൺ ഹെമിസ്ഫിയറിൽ ഡൗൺവേർഡ് ഡിഫ്ലക്ട് ചെയ്ത് നിൽക്കും എന്നും കൂടെ പറയാറുണ്ട്. ഡിപ്പിന്റെ വാല്യൂവിന്റെ ബേസിസിലും പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഡിപ്പിന്റെ വാല്യൂ ഏകദേശം 0 ആയിട്ടാണ് നമ്മൾ പറയാ നിയർ ദ ഇക്വേറ്റർ ആൻഡ് 90 ഡിഗ്രി ആയിരിക്കും അറ്റ് ദ പോൾസ്. അതുപോലെ തന്നെ ഇവിടെ 2 ലൈൻസും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഐസോക്ലിനിക് ലൈൻ, അക്ലിനിക് ലൈൻ. ഐസോ എന്ന് പറയുന്ന ടേം എപ്പോഴും നമ്മൾ സിമിലർ എന്ന് അർത്ഥം വരുന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് അല്ലെ. അപ്പൊ ഐസോക്ലിനിക് ലൈൻ എന്തായിരിക്കും? സെയിം വാല്യൂ ഫോർ മാഗ്നറ്റിക് ഡിപ്പ് ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്. അക്ലിനിക് എ ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ ആബ്സെൻസ് ഉള്ള രീതിയിലാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അക്ലിനിക് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ 0 മാഗ്നറ്റിക് ഡിപ്പ് വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആയിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in quadrantal bearing system the bearing is measured from. നമുക്കറിയാം 2 സിസ്റ്റംസ് ആണ് പൊതുവേ നമുക്ക് നമ്മുടെ സർവേ ലൈൻസിന്റെ ബിയറിംഗ്സ് ഡെസിഗ്നേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഒന്ന് നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ WCB സിസ്റ്റം വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് അസിമുത്തൽ സിസ്റ്റം. രണ്ടാമത്തെ സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റം. ഈ റെഡ്യൂസ്ഡ് ബിയറിംഗ് സിസ്റ്റത്തിൽ ബിയറിംഗ്സ് എവിടെ നിന്ന് മെഷർ ചെയ്യും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ബിയറിംഗ്സ് നമുക്ക് ഒന്നുകിൽ നോർത്തിൽ നിന്നോ അല്ലെങ്കിൽ സൗത്തിൽ നിന്നോ മെഷർ ചെയ്യാം. നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ മെഷർ ചെയ്യാം. ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ നമുക്ക് മെഷർ ചെയ്യാം. എങ്ങനെയാണ് ആ സർവേയിൽ ഇരിക്കുന്നത് അതിനനുസരിച്ച്. നേരെ മറിച്ച് WCB അല്ലെങ്കിൽ ഹോൾ സർക്കിൾ ബിയറിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഓൾവേസ് നമ്മൾ മെഷർ ചെയ്യുന്നത് നോർത്ത് ഡയറക്ഷൻ ആയിരിക്കും. അത് നോർത്ത് ഓർ സൗത്ത് എന്ന് പറയാറില്ല. ഓൾവേസ് മെഷേർഡ് ഫ്രം നോർത്ത് ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. Quadrantal bearing എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ഫ്രം either north or south depending on whichever is nearer to the survey line and ഒന്നുകിൽ അത് ക്ലോക്ക് വൈസ് ആവാം അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആവാം.
അടുത്ത ചോദ്യം, അസിമുത്ത് ഇസ് നത്തിങ് ബട്ട്. എന്താണ് അസിമുത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാഗ്നറ്റിക് ബിയറിംഗ് ആണോ, ഫോർ ബിയറിംഗ് ആണോ, ട്രൂ ബിയറിംഗ് ആണോ, ബാക്ക് ബിയറിംഗ് ആണോ? ട്രൂ ബിയറിംഗ് ആണ് കറക്റ്റ് ആൻസർ. എന്താണ് ബേസിക്കലി ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഫറൻസ് ഡയറക്ഷനുമായിട്ട് നമ്മുടെ സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് ആക്ച്വലി ബിയറിംഗ്. അപ്പൊ ഈ ബിയറിംഗ് മെയിൻ ആയിട്ട് 3 തരത്തിലാണ് നമ്മൾ പറയാ. കറസ്പോണ്ടിങ് ആയിട്ട് 3 റെഫറൻസ് ഡയറക്ഷൻസ് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ എർത്തിന്റെ ജിയോഗ്രഫിക്കൽ നോർത്ത് പോളും ജിയോഗ്രഫിക്കൽ സൗത്ത് പോളും നമ്മൾ എടുക്കുന്ന പോയിന്റും കൂടെ ചേർത്തുകൊണ്ട് എർത്ത് സർഫസിലുള്ള ഒരു ഡയറക്ഷൻ നമ്മൾ ട്രൂ മെറിഡിയൻ എന്നാണ് പറയാ. ആ ട്രൂ മെറിഡിയനുമായിട്ട് നമ്മുടെ സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ട്രൂ ബിയറിംഗ് എന്നാണ് പറയാ. ട്രൂ ബിയറിംഗിന്റെ ഒരു ഓൾട്ടർനേറ്റ് നെയിം ആണ് ആക്ച്വലി അസിമുത്ത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ രണ്ടാമത്തെ കേസ് മാഗ്നറ്റിക് മെറിഡിയൻ. മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും നമ്മുടെ പോയിന്റും കൂടെ കൺസിഡർ ചെയ്ത് വരുന്ന ഒരു ഡയറക്ഷൻ ആണ് മാഗ്നറ്റിക് മെറിഡിയൻ. അതുമായിട്ട് നമ്മുടെ സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ബിയറിംഗ് അല്ലെങ്കിൽ സിംപ്ലി ബിയറിംഗ്. വെറുതെ ബിയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. യൂഷ്വലി ഈ മാഗ്നറ്റിക് മെറിഡിയന്റെ ഡയറക്ഷൻ നമുക്ക് നമ്മുടെ കോമ്പസിനകത്തെ നീഡിൽ നമുക്ക് കാണിച്ചു തരും. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നീഡിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? അത് മാഗ്നറ്റിക് മെറിഡിയന്റെ ഡയറക്ഷൻ ആയിരിക്കും. ട്രൂ മെറിഡിയന്റെ ഡയറക്ഷൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസിലൂടെയൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? അസിമുത്ത് എന്താണെന്നാണ് ചോദ്യം. അസിമുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മുടെ ട്രൂ ബിയറിംഗ് ആണ്. അടുത്തത് ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ABCD ഇസ് എ റെക്ടാംഗുലർ പ്ലോട്ട് ഓഫ് ലാൻഡ്. ABCD ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ഒരു പ്ലോട്ട് ആണ്. ഇഫ് ദ ബിയറിംഗ് ഓഫ് ദ സൈഡ് AB ഇസ് 75 ഡിഗ്രി, ബിയറിംഗ് ഓഫ് DC ഇസ്. ABCDയുടെ ഷേപ്പ് പറഞ്ഞു റെക്ടാംഗിൾ ആണ്. ആദ്യത്തെ സൈഡ് ആയിട്ടുള്ള ABയുടെ ബിയറിംഗ്, സപ്പോസ് ഇത് നോർത്ത് ഡയറക്ഷൻ ആണെന്നിരിക്കട്ടെ. അപ്പോൾ നോർത്തിൽ നിന്ന് എത്ര ആംഗിൾ ആണ്? 75 ഡിഗ്രി ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്കിവിടെ നമ്മുടെ AB എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. AB. ദെൻ ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. AB, BC, CD ആൻഡ് DA. ഓക്കെ ആണോ? അപ്പൊ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ABയും DCയും പരസ്പരം പാരലൽ ആണ്. ABയും DCയും പരസ്പരം പാരലൽ ആയതുകൊണ്ട് തന്നെ എത്രയാണോ ABയുടെ ബിയറിംഗ് അത് തന്നെയായിരിക്കും DCയുടെയും ബിയറിംഗ്. അപ്പൊ ABയുടെ ബിയറിംഗ് 75 ആണെങ്കിൽ DCയുടെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ലേ DCയുടെ ബിയറിംഗ് എത്രയാണെന്നാണ്. സോ DCയുടെ ബിയറിംഗും 75 ഡിഗ്രി തന്നെയായിരിക്കും. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് അഗെയിൻ നമുക്ക് നോക്കാം, ഒരു പ്രോബ്ലം ആണ് വരുന്നത്. ബിയറിംഗ് ഓഫ് ലൈൻ AB is 180 ഡിഗ്രി ആൻഡ് ദ ബിയറിംഗ് ഓഫ് ലൈൻ BC is 30 ഡിഗ്രി. ദെൻ ദ ഇൻക്ലൂഡഡ് ആംഗിൾ അറ്റ് B is A എന്ന് പറഞ്ഞ് ഒരു പോയിന്റ് ഉണ്ട്. സപ്പോസ് നമുക്ക് അവിടെ നോർത്ത് ഡയറക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ആ നോർത്തുമായിട്ട് AB ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയറിംഗ് 180 ഡിഗ്രി ആണ്. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ AB എന്ന് പറഞ്ഞൊരു ലൈൻ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? BC എന്ന് പറഞ്ഞ ലൈനിന്റെ ബിയറിംഗ് 30 ഡിഗ്രിയാണ്. അപ്പൊ AB എയിൽ നിന്ന് ഒരു 180 ഡിഗ്രി വരുന്ന രീതിയിൽ AB വരച്ചു. BC എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. BC അപ്പൊ ഇത് തന്നെയാണല്ലോ നോർത്ത്. അപ്പൊ ഇവിടെയും 30 ഡിഗ്രി തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് BC. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആംഗിളിന്റെ വാല്യൂ എത്ര നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 30 ഡിഗ്രി തന്നെയാണ് വരുന്നത്. അപ്പൊ 30 ഡിഗ്രിയാണ് ആൻസർ. കോമ്പസ് സർവേയിൽ ഇതുപോലുള്ള ചോദ്യങ്ങൾ വരും ആംഗിളൊക്കെ കണ്ടുപിടിക്കാൻ. അപ്പൊ അത് പല വെറൈറ്റീസ് ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് മാത്രം പിടികിട്ടിയാൽ മതി. ബിയറിംഗ് എങ്ങനെ മാർക്ക് ചെയ്യും, അടുത്ത ലൈൻ എങ്ങനെ വരയ്ക്കും, അപ്പൊ അത് നിങ്ങൾക്ക് വരച്ച് നോക്കി തന്നെ ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പോകുന്നത്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ചോദ്യം നോക്കാം. Magnetic bearing of a line is 55 degree 30 minutes and the magnetic declination is 4 degree 30 minutes west. True bearing എത്രയായിരിക്കും? ഒരു റിലേഷൻ ഉണ്ട് നമുക്ക്. True bearing is equal to magnetic bearing plus or minus declination. Declination എന്താണ്? ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആംഗിൾ ആണ് ഡിക്ലിനേഷൻ. അപ്പൊ ആ ഡിക്ലിനേഷനും നമ്മുടെ ട്രൂ ബിയറിംഗും മാഗ്നറ്റിക് ബിയറിംഗും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് എഴുതിയിരിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ. അപ്പൊ ഇത് വെച്ച് നമുക്ക് എങ്ങനെ പറയാം? ട്രൂ ബിയറിംഗും മാഗ്നറ്റിക് ബിയറിംഗും ഡിക്ലിനേഷനും പ്ലസ് ആണോ മൈനസ് ആണോ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിക്ലിനേഷന്റെ വാല്യൂ ഒന്ന് പരിശോധിച്ചാൽ മതി. ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്
ടുവേർഡ്സ് ഈസ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ബിക്കംസ് ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ. ഡിക്ലിനേഷൻ ടുവേർഡ്സ് വെസ്റ്റ് ആണെങ്കിൽ ഇക്വേഷൻ ബിക്കംസ് ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ. അപ്പൊ ഈ കേസിൽ എങ്ങനെ വരും? വെസ്റ്റ് ആണ് ഡിക്ലിനേഷൻ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബെയറിംഗിന്റെ വാല്യൂ, ട്രൂ ബെയറിംഗ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ട്രൂ ബെയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബെയറിംഗിന്റെ വാല്യൂ എത്രയാണ്? 55 ഡിഗ്രി 30 മിനിറ്റ് മൈനസ് 4 ഡിഗ്രി 30 മിനിറ്റ്സ് നമ്മുടെ ഡിക്ലിനേഷൻ. അപ്പൊ എന്ത് വരും? 55 മൈനസ് 4 51 ഡിഗ്രി, 30 മിനിറ്റ്സ് മൈനസ് 30 മിനിറ്റ്സ് അവിടെ ഒന്നുമില്ല. അപ്പൊ 51 ഡിഗ്രി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Forebearing of a line is north 30 degree east, then the back bearing is. ഒരു ലൈനിന്റെ ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ട്, ബാക്ക് ബെയറിംഗ് എത്ര എന്നാണ് ചോദ്യം. എന്താണ് ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും? ഫോർ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവേ ലൈനിന്റെ അതിന്റെ പ്രൊസീഡിങ് അല്ലെങ്കിൽ അത് പ്രോഗ്രസ് ചെയ്യുന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ബെയറിംഗ് ആണ്. ബാക്ക് ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർവേ ലൈൻ പ്രൊസീഡ് ചെയ്യുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുന്ന ബെയറിംഗ് ആണ്. അപ്പൊ ഇവിടെ ഫോർ ബെയറിംഗ് തന്നിട്ടുണ്ട്, നോർത്ത് 30 ഡിഗ്രി ഈസ്റ്റ്. അപ്പോ ബെയറിംഗ് തന്നിരിക്കുന്നത് ഏത് സിസ്റ്റത്തിലാണ്? ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ബെയറിംഗ് എത്രയായിരിക്കും? ക്വാഡ്രന്റൽ ബെയറിംഗ് സിസ്റ്റത്തിലാണ് നമ്മുടെ ഫോർ ബെയറിംഗ് തരുന്നതെന്നുണ്ടെങ്കിൽ ബാക്ക് ബെയറിംഗ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. മാഗ്നിറ്റ്യൂഡിന് ഒരു ചേഞ്ചും വരില്ല, ഡയറക്ഷൻ മാത്രം ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് നോർത്ത് എന്നുള്ളത് സൗത്ത് ആക്കണം, അല്ലെങ്കിൽ തിരിച്ച് സൗത്ത് എന്നുള്ളത് നോർത്ത് ആക്കണം. അതുപോലെ ഈസ്റ്റും വെസ്റ്റും ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? മാറ്റി നോക്കിയാൽ മാഗ്നിറ്റ്യൂഡ് സെയിം ആക്കി വെക്കുക, 30 ഡിഗ്രി. നോർത്തിനെ സൗത്ത് ആക്കണം, ഈസ്റ്റിനെ വെസ്റ്റ് ആക്കണം. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? സൗത്ത് 30 ഡിഗ്രി വെസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. പ്രിസ്മാറ്റിക് കോമ്പസ് റീഡ്സ് ഡാഷ് ബിയറിംഗ്സ്. കോമ്പസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. രണ്ട് ടൈപ്പിൽ മെയിൻ ആയിട്ട് നമുക്ക് കോമ്പസ് അവൈലബിൾ ആണ്, ഇൻസ്ട്രുമെന്റ്സ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസും സർവേയസ് കോമ്പസും. ഇവർ രണ്ടുപേരും തമ്മിൽ കുറച്ച് ഡിഫറൻസുകളൊക്കെ ഉണ്ട്. ആ ഡിഫറൻസിൽ വരുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ രണ്ട് കോമ്പസിലും ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നത്, ഏത് സിസ്റ്റത്തിലാണ് എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത് വെച്ചുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ രണ്ട് കോമ്പസിന്റെയും പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ജസ്റ്റ് പ്രിസ്മാറ്റിക് കോമ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസ്മാറ്റിക് കോമ്പസിന്റെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം അതിൽ കൊടുത്തിരിക്കുന്ന നീഡലിന്റെ പ്രത്യേകതയാണ്. പ്രിസ്മാറ്റിക് കോമ്പസിൽ കൊടുത്തിരിക്കുന്ന നീഡലിന് നമ്മൾ പറയുന്ന പേര് ബ്രോഡ് ടൈപ്പ് നീഡൽ എന്നായിരിക്കും. സർവേസ് കോമ്പസിൽ കൊടുക്കുന്ന നീഡലിന് പറയുന്ന പേര് എഡ്ജ് ബാർ നീഡൽ എന്നായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ലീസ്റ്റ് കൗണ്ടിൽ വ്യത്യാസമുണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസ് ആണെങ്കിൽ 30 മിനിറ്റ്സ് ആണ് നമ്മൾ പറയുന്ന ലീസ്റ്റ് കൗണ്ട്. സർവേസ് കോമ്പസ് ആണെങ്കിൽ 15 മിനിറ്റ്സ് ആണ് പറയുന്ന ലീസ്റ്റ് കൗണ്ട്. പ്രിസ്മാറ്റിക് കോമ്പസിൽ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ ബിയറിംഗ്സ് എഴുതുന്നത് WCB സിസ്റ്റം പ്രകാരമായിരിക്കും, ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിലായിരിക്കും. അതിൽ തന്നെ 0 ഡിഗ്രി മാർക്ക് ചെയ്യുന്നത് നീഡിലിന്റെ സൗത്ത് എൻഡിലായിരിക്കും. സർവേസ് കോമ്പസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ റെഡ്യൂസ്ഡ് ബെയറിംഗ് സിസ്റ്റത്തിലായിരിക്കും ഗ്രാജുവേഷൻസ് മാർക്ക് ചെയ്യുക, ഈസ്റ്റും വെസ്റ്റും ഇന്റർചേഞ്ച് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ഡിഫറൻസസ് ഈ രണ്ട് കോമ്പസും തമ്മിലുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രിസ്മാറ്റിക് കോമ്പസ് റീഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ബിയറിംഗ് ആണ്? ആൻസർ ഹോൾ സർക്കിൾ ബിയറിംഗ്സ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ദ ട്രൂ മെറിഡിയൻ ആൻഡ് എ ലൈൻ ഇസ് കോൾഡ്. ഒരു ട്രൂ മെറിഡിയനും നമ്മുടെ സർവേ ലൈനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ എന്ത് പേര് പറയും? നമ്മൾ നേരത്തെ ബിയറിംഗ് എന്ന് പറയുന്ന ഒരു ടേം കണ്ടല്ലോ. ബിയറിംഗ് എന്തായിരുന്നു? ബിയറിംഗ് ഒരു റെഫറൻസ് ഡയറക്ഷനുമായിട്ട് നമ്മുടെ സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ. അപ്പൊ ആ റെഫറൻസ് ഡയറക്ഷൻ ഏതാണ് അതിനനുസരിച്ച് പല പല ബിയറിംഗ്സ് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ ഏതാണ് റെഫറൻസ് ഡയറക്ഷൻ ആയിട്ട് എടുക്കുന്നത്? ട്രൂ മെറിഡിയൻ ആണ്. അപ്പൊ ട്രൂ മെറിഡിയനുമായിട്ട് സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ പറയുന്ന പേര് ട്രൂ ബിയറിംഗ് എന്നാണ്. അപ്പൊ ട്രൂ ബിയറിംഗിന്റെ ഓൾട്ടർനേറ്റ് നെയിം ആണ് അസിമുത്ത്. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാം. ഓക്കെ, ബിയറിംഗ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് മെറിഡിയനുമായിട്ട് സർവേ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. അടുത്ത ചോദ്യം. ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ ഇസ് നോൺ ആസ്. നേരത്തെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തു. ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ഡിക്ലിനേഷനെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു അല്ലെ, ഇക്വേഷൻ. ട്രൂ ബെയറിംഗും മാഗ്നറ്റിക് ബെയറിംഗും ഡിക്ലിനേഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു റിലേഷൻ. അപ്പൊ ഡിക്ലിനേഷൻ ഈസ്റ്റ് ബോർഡോ വെസ്റ്റ് ബോർഡോ ആവാം, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ തന്നെ നമ്മൾ ഡിപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ രണ്ട് ലൈൻസ് പറഞ്ഞതുപോലെ ഇവിടെയും നമുക്ക് രണ്ട് ലൈൻസ് പറയാം. ആ ലൈൻസിനെ പറയുന്നത് ഈ രീതിയിലാണ്: ഐസോഗോണിക് ലൈനും അഗോണിക് ലൈനും.
ഐസോഗോണിക് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസോ സെയിം വാല്യൂ ഫോർ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ്. അഗോണിക് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും സീറോ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഉള്ള പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈൻ ആണെന്ന് പറയാം. അടുത്തത്, the reduced bearing of a line is north 85 degree west. The whole circle bearing is. അപ്പോൾ ഇവിടെ ഒരു സർവേ ലൈനിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ക്വാഡ്രൻസ് ആണെന്നിരിക്കട്ടെ. നോർത്ത് ഉണ്ട്, സൗത്ത് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്, വെസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ സർവേ ലൈനിന്റെ പ്രത്യേകത എന്താ? അതിന്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണ് തന്നിരിക്കുന്നത്. റെഡ്യൂസ്ഡ് ബെയറിംഗിന്റെ വാല്യൂ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, സപ്പോസ് നമ്മുടെ സർവേ ലൈൻ AB ഈ രീതിയിലാണെന്ന് വിചാരിച്ചോളൂ, AB. അപ്പോൾ എ ബിയുടെ റെഡ്യൂസ്ഡ് ബിയറിംഗ് നോർത്ത് 85 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ക്വാർട്ടറിൽ ഇത്രയും വരുന്നത് 85 ഡിഗ്രി ആണ് ഇതിന്റെ റെഡ്യൂസ്ഡ് ബിയറിംഗ് വരുന്നത്. എത്രയായിരിക്കും ഹോൾ സർക്കിൾ ബിയറിംഗ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഹോൾ സർക്കിൾ ബിയറിംഗ് നമ്മൾ എവിടെ നിന്ന് മെഷർ ചെയ്യണം? നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് മെഷർ ചെയ്യണം. അപ്പോൾ ഇത് നോർത്താണ്. നോർത്തിൽ നിന്ന് മെഷർ ചെയ്യുന്ന ഇത്രയും വരുന്ന ആംഗിൾ ആയിരിക്കും ആ ലൈനിന്റെ ഹോൾ സർക്കിൾ ബിയറിംഗ്. അപ്പൊ അത് ഇനി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ടോട്ടൽ വരുമ്പോഴത്തേക്കും 360 ആണ് ആംഗിൾ. ആ 360 ഡിഗ്രിയിൽ നിന്ന് ഈ 85 ഡിഗ്രി മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. 360 മൈനസ് 85 275 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐസോഗോണിക് ലൈൻസ് ഹാവ്, നമ്മൾ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തല്ലേ എന്താണ് ഐസോഗോണിക് ലൈൻ? സെയിം വാല്യൂ ഫോർ ഡിക്ലിനേഷൻ വരുന്ന ലൈൻസ് ആണ് ഐസോഗോണിക് ലൈൻ. When the magnetic needle is at the poles, the amount of dip is. Magnetic dip എന്തായിരുന്നു? നമ്മുടെ നീഡിലിന് ഹൊറിസോണ്ടലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളിന് നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പ്. അപ്പോൾ നീഡില് പോൾസിലാണെങ്കിൽ എത്രയായിരിക്കും ഡിപ്പിന്റെ വാല്യൂ? 90 ഡിഗ്രി ആയിരിക്കും ഡിപ്പിന്റെ വാല്യൂ. നിയർ ദ ഇക്വേറ്റർ ആണെങ്കിൽ അത് ഏകദേശം 0 ആണെന്ന് പറയാം. Next question, the least count of prismatic compass is. Prismatic compassന്റെ least count 30 മിനിറ്റ് ആണ്. സർവേസ് കോമ്പസിന്റെ least count എത്രയാണ്? 15 മിനിറ്റ് ആണ്. The end station of a line are free from local attraction. The difference between the forebearing and back bearing of a survey line should be. അതായത് ഒരു സർവേ ലൈനിന്റെ ഫോർ ബെയറിങ്ങും ബാക്ക് ബെയറിങ്ങും ഡിഫറൻസ് എത്ര വന്നാലാണ് അവിടെ ലോക്കൽ അട്രാക്ഷൻ ഇല്ലാതിരിക്കുന്ന ഒരു കേസ് വരിക? എന്താണ് ലോക്കൽ അട്രാക്ഷൻ? നമ്മളിപ്പോൾ ഈ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയയിൽ എന്തെങ്കിലും തരത്തിൽ മാഗ്നറ്റിക് നേച്ചറുള്ള എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കോമ്പസിനകത്തെ നീഡിലിന് അങ്ങോട്ടേക്ക് ഒരു ഡീവിയേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ പോകും. അപ്പൊ അതിന്റെ നോർമൽ അല്ലെങ്കിൽ ആക്ച്വൽ പൊസിഷൻ ഏതാണോ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തൊരു പൊസിഷനിലോട്ട് നമ്മുടെ നീഡിൽ ഒന്ന് അട്രാക്റ്റഡ് ആയിട്ട് നിൽക്കും. അതിന് കാരണമാകുന്ന എക്സ്റ്റേണൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ഓഫ് മാഗ്നറ്റിക് നേച്ചർ, അതിനെ ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് ലോക്കൽ അട്രാക്ഷൻ. അപ്പൊ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള സർവേ ലൈൻസിന്റെ ബിയറിംഗ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു സർവേ ലൈനിന്റെ ഫോർ ബെയറിംഗും ബാക്ക് ബെയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എക്സാക്ട്ലി 180 ഡിഗ്രി ആണെങ്കിൽ ദർ ഇസ് നോ ലോക്കൽ അട്രാക്ഷൻ. 180 ഡിഗ്രി അല്ല ഡിഫറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലായിരിക്കും ലോക്കൽ അട്രാക്ഷൻ, അല്ലെങ്കിൽ രണ്ട് സ്റ്റേഷൻസിലും ലോക്കൽ അട്രാക്ഷൻ ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരണം? ആൻസർ 180 ഡിഗ്രി. എൻ സ്റ്റേഷൻ ലോക്കൽ അട്രാക്ഷൻ ഫ്രീ ആണെങ്കിൽ ഫോർ ബെയറിംഗ് ആൻഡ് ബാക്ക് ബെയറിംഗ് ഡിഫറൻസ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയിലെ ഒന്നാമത്തെ ചോദ്യം, ആക്യുറേറ്റ് സെൻറ്ററിംഗ് ഓഫ് എ പ്ലെയിൻ ടേബിൾ ഇസ് ഡൺ ബൈ. സെൻറ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് പ്ലെയിൻ ടേബിളിലൂടെ? എന്താണ് സെൻറ്ററിംഗ്? നമ്മൾ ഗ്രൗണ്ടിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷന്റെ മുകളിൽ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സെൻറ്ററിംഗ്. അപ്പൊ പ്ലെയിൻ ടേബിൾ സർവേയിൽ ഈ പറയുന്ന സെൻറ്ററിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പ്ലംബിംഗ് ഫോർക്ക് ആണ്. പ്ലംബിംഗ് ഫോർക്കിന് തന്നെ വേറൊരു പേരും കൂടെ നമ്മൾ പറയും, യു ഫ്രെയിം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലിഡേഡ് ഇസ് യൂസ്ഡ് ഫോർ. പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അലിഡേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? പോയിന്റ്സിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ പ്ലെയിൻ ടേബിൾ സർവേയുടെ പ്രത്യേകത? നമ്മൾ ഫീൽഡിൽ വെച്ച് ഈ പ്ലെയിൻ ടേബിൾ സർവേയിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം പോയിന്റ്സിനെ സൈറ്റ് ചെയ്യുന്നതാണെങ്കിലും പ്ലോട്ട് ചെയ്യുന്നതാണെങ്കിലും സൈമിൾട്ടേനിയസ്ലി കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ടേബിളിന്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടായിരിക്കും ഫീൽഡിലുള്ള പോയിന്റ്സിനെ സൈറ്റ് ചെയ്യുന്നത്, നോക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റിനെ പറയുന്ന പേരാണ് നമ്മുടെ അലിഡേഡ്. അപ്പോൾ ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ citing the objects. Next question, 3-point problem can be solved by.
3-point പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി പ്ലെയിൻ ടേബിൾ സർവേയുടെ ഒരു മെത്തേഡായ റിസെക്ഷൻ മെത്തേഡ് ചെയ്യാനുള്ള ഒരു വൺ ഓഫ് ദി വേ ആണ്. എന്താണ് റിസെക്ഷൻ? അൺനോൺ ലൊക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോസസ്സാണ് റിസെക്ഷൻ. അത് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് 3-point പ്രോബ്ലം. ആ 3-point പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പ്രധാനമായിട്ടും 3 മെത്തേഡ്സ് ആണ് വരുന്നത്: ലെയ്മൻസ് മെത്തേഡ്, ബെസൽസ് മെത്തേഡ്, മെക്കാനിക്കൽ മെത്തേഡ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന 3ഉം 3-point പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദി അബോവ് ആയിരിക്കും കറക്റ്റ് ആൻസർ. Next question. The operation of revolving the plane table about its vertical axis so that all lines on the sheet become parallel to the corresponding lines on the ground is known as. നമ്മുടെ ടേബിളിനെ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ടേബിളിനെ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഏത് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യണം? So that all lines on the sheet become parallel to the corresponding lines on the ground. ഷീറ്റിലുള്ള എല്ലാ ലൈൻസും അത് ഏത് ഗ്രൗണ്ടിലെ കറസ്പോണ്ടിങ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാനാണോ കാണിച്ചിരിക്കുന്നത്, ആ കറസ്പോണ്ടിങ് ഗ്രൗണ്ടിലെ ലൈൻസും പരസ്പരം പാരലൽ ആക്കി വരുന്ന രീതിയിൽ ടേബിളിനെ അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ഓറിയന്റേഷൻ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ, ഈ ഓറിയന്റേഷന്റെ ഡെഫിനിഷൻ. ഇതേ ചോദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മേ ബി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ, ഓറിയന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്റെ definition. The technique of plotting all the accessible stations with a single setup of plane table is called. ഒരു സിംഗിൾ സെറ്റപ്പ് ഓഫ് പ്ലെയിൻ ടേബിളിലൂടെ എല്ലാ ആക്സസിബിൾ പോയിന്റ്സിനെയും പ്ലോട്ട് ചെയ്യുന്ന മെത്തേഡിനെ പറയുന്ന പേരെന്താണ്? ഒറ്റയടിക്ക് നമുക്ക് പറയാം, റേഡിയേഷൻ. പ്രധാനമായിട്ട് നമുക്ക് 4 മെത്തേഡ്സ് ആണ് പ്ലെയിൻ ടേബിൾ സർവേയിലുള്ളത്: റേഡിയേഷൻ, ഇന്റർസെക്ഷൻ, ട്രാവേഴ്സിംഗ് ആൻഡ് റിസെക്ഷൻ. അപ്പൊ റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലോട്ട് ഓർക്കേണ്ട കീവേഡ് ആണ് ആക്സസിബിൾ സ്റ്റേഷൻസ് അല്ലെങ്കിൽ ആക്സസിബിൾ പോയിന്റ്സ്. ആക്സസിബിൾ അതായത് ആ പോയിന്റ്സിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ വലിയ പ്രയാസമില്ല. ഇൻസ്ട്രുമെന്റ് ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും ആ പോയിന്റ് വരെയുള്ള ദൂരം നമുക്ക് എളുപ്പത്തിൽ ഫീൽഡിൽ വെച്ച് മെഷർ ചെയ്യാം. ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ആക്സസിബിൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള പോയിന്റ്സിന് പ്ലോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? അതും ത്രൂ സിംഗിൾ സെറ്റപ്പ് ഓഫ് പ്ലെയിൻ ടേബിൾ നമ്മുടെ റേഡിയേഷൻ ആയിരിക്കും. In plane table survey, to locate the position of inaccessible points, the method is. നേരത്തെ പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ എന്തായിരുന്നു പറഞ്ഞേ? ആക്സസിബിൾ പോയിന്റ്സിന് പ്ലോട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഏത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇനാക്സസിബിൾ പോയിന്റ്സിന് പ്ലോട്ട് ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ്? ഇനാക്സസിബിൾ പോയിന്റിലോട്ട് നമുക്ക് എത്തിപ്പെടാൻ ഇച്ചിരി പ്രയാസമുണ്ട്. ഒന്നെങ്കിൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീൽഡ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും. സപ്പോസ് ഒരു റിവർ ഫ്ലോ ചെയ്യുന്നതിരിക്കട്ടെ, 2 പോയിന്റ്സ് തമ്മിൽ. അപ്പൊ ആ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് അവിടെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത്തരം പോയിന്റ്സിനൊക്കെ പ്ലോട്ട് ചെയ്യാൻ, ഇനാക്സസിബിൾ പോയിന്റ്സിനെ പ്ലോട്ട് ചെയ്യാൻ നമുക്ക് ഇന്റർസെക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഇന്റർസെക്ഷൻ മെത്തേഡിനെ തന്നെ നമ്മൾ ഗ്രാഫിക്കൽ ട്രയാങ്കുലേഷൻ എന്നുകൂടെ നമ്മൾ പറയാറുണ്ട്. 2 ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ആയിരിക്കും പ്രധാനമായിട്ട് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വേണ്ടി വരാം. 2 സ്റ്റേഷൻസിൽ നിന്നും പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റിലേക്ക് നമ്മൾ സൈറ്റ് ചെയ്ത് ലൈൻസ് അല്ലെങ്കിൽ റേസ് വരച്ചത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ റിക്വയർഡ് ലൊക്കേഷൻ ഓഫ് ദ പോയിന്റ്. അടുത്ത ചോദ്യം, ദ അലിഡേഡ് പ്രൊവൈഡ്സ് ഡാഷ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. പ്ലെയിൻ ടേബിൾ സർവേയിൽ എന്താണ് അലിഡേഡ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു അലിഡേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്. അലിഡേഡ് യൂസ് ചെയ്യുന്നത് പോയിന്റ്സിനെ സൈറ്റ് ചെയ്യാനാണ്. അപ്പൊ അലിഡേഡ് എന്തായിരിക്കും പ്ലെയിൻ ടേബിൾ സർവേയിൽ പ്രൊവൈഡ് ചെയ്യുക? ഒരു ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എ ആണ് കറക്റ്റ് ആൻസർ. ഇതും അടുത്ത ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ്. വർക്കിംഗ് എഡ്ജ് ഓഫ് അലിഡേഡ്സ്. അലിഡേഡിന്റെ വർക്കിംഗ് എഡ്ജ്, അതായത് ഈ അലിഡേഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സ്കെയിൽ പോലത്തെ ഒരു അറേഞ്ച്മെന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു സ്ട്രെയിറ്റ് എഡ്ജിന്റെ 2 അറ്റത്തായിട്ട് സൈറ്റ് ചെയ്യാനുള്ള വെയിൻസ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ടെലസ്കോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഈ അലിഡേഡിന്റെ ആ സ്ട്രെയിറ്റ് എഡ്ജിൽ നമ്മളൊരു ലൈൻസ് വരയ്ക്കാറുണ്ട്. സ്ട്രെയിറ്റ് എഡ്ജിന്റെ ഒരു പോർഷൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ബിവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ആ ബിവൽഡ് എഡ്ജിന് അലോങ് ആയിരിക്കും നമ്മൾ എപ്പോഴും ലൈൻസ് അല്ലെങ്കിൽ റേസ് വരയ്ക്കുക. ആ വരയ്ക്കുന്ന എഡ്ജിനെ പറയുന്ന പേരെന്താണ്? ആ പറയുന്ന എഡ്ജ് ആണ് ഫിഡൂഷ്യൽ എഡ്ജ്. വർക്കിംഗ് എഡ്ജ് ഓഫ് അലിഡേഡ് ഇസ് നോൺ ആസ് ഫിഡൂഷ്യൽ എഡ്ജ്. Which one is not a part of telescopic alidade? നമ്മൾ നേരത്തെ അലിഡേഡ് എന്താണെന്ന് പറഞ്ഞു, പോയിന്റ്സിനെ സൈറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. 2 ടൈപ്പിലാണ് മെയിൻ ആയിട്ടും അലിഡേഡ് അവൈലബിൾ ആയിട്ടുള്ളത്, പ്ലെയിൻ അലിഡേഡും ടെലസ്കോപ്പിക് അലിഡേഡും. അപ്പൊ പ്ലെയിൻ അലിഡേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് എഡ്ജിന്റെ 2 അറ്റത്തായിട്ട് നമുക്ക് 2 വെയിൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ടെലസ്കോപ്പിക് അലിഡേഡ് ആണെങ്കിൽ അവിടെ ഒരു ടെലസ്കോപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവിടെ
ഈ ടെലസ്കോപ്പിക് എലിഡേഡിന്റെ പാർട്ട് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. വെർട്ടിക്കൽ സർക്കിൾ ടെലസ്കോപ്പിക് എലിഡേഡിന്റെ ഒരു പാർട്ടാണ്. വെർട്ടിക്കൽ ആംഗിളും കൂടെ വേണമെങ്കിൽ മെഷർ ചെയ്യാൻ ഭാഗത്തിന് ഒരു വെർട്ടിക്കൽ സർക്കിൾ ഉണ്ടാവും. ടെലസ്കോപ്പ് ഒബ്വിയസ്ലി ഉണ്ട്. ഫിഡൂഷ്യൽ എഡ്ജ് എന്തായാലും ഉണ്ടായിരിക്കും, കാരണം നമുക്ക് വരയ്ക്കണമല്ലോ. അപ്പൊ ഏതാണ് ഇല്ലാത്തത്? ഹൊറിസോണ്ടൽ സർക്കിൾ എന്ന് പറയുന്ന ഒരു പാർട്ട് നമ്മുടെ ടെലസ്കോപ്പിക് എലിഡേഡിൽ വരുന്നില്ല. അടുത്ത ചോദ്യം, ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് റേസ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പോയിന്റ്സിനെ സൈറ്റ് ചെയ്യുന്നു, വരയ്ക്കുന്നു. ആ വരയ്ക്കുന്നത് ഏത് യൂസ് ചെയ്തിട്ടാ? എലിഡേഡ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് റേസ് ഏതാണ്? എലിഡേഡ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. എ ചർച്ച് ഇസ് സിറ്റുവേറ്റഡ് ഓൺ ദ ഫാർ സൈഡ് ഓഫ് എ റിവർ ആൻഡ് ഇസ് ഇനാക്സസിബിൾ. ഇറ്റ് ക്യാൻ ബി ലൊക്കേറ്റഡ് ബൈ ഡാഷ് മെത്തേഡ് ഇൻ പ്ലെയിൻ ടേബിൾ സർവേ. ഒരു ചർച്ച് ഒരു റിവറിന്റെ അപ്പുറത്തെ സൈഡിലാണ് ആ ചർച്ച് ഉള്ളത്. അപ്പൊ ആ ചർച്ചിന്റെ പൊസിഷൻ നമുക്ക് പ്ലോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യാം? ആലോചിക്കണം. ഒരു റിവർ ഉണ്ടെങ്കിൽ ആ ചർച്ച് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഫീൽഡിൽ മെഷർ ചെയ്യാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്ക് ഏത് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാം? ഇന്റർസെക്ഷൻ മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പോരാത്തതിന് ഇവിടെ ഇനാക്സസിബിൾ എന്ന് പറഞ്ഞിട്ടും കൂടെ ഉണ്ട്. അപ്പൊ കുറച്ചും കൂടെ എളുപ്പമായി. ഇനാക്സസിബിൾ ആണെങ്കിൽ ഇന്റർസെക്ഷൻ മെത്തേഡ് ആയിരിക്കും. അടുത്തത്, to locate an electric pole near the plane table station. പ്ലെയിൻ ടേബിൾ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു ഇലക്ട്രിക് പോൾ ലൊക്കേറ്റ് ചെയ്യാൻ ഏത് മെത്തേഡ് സെലക്ട് ചെയ്യാം? ആലോചിക്കുക. നിയർ ദ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്ലെയിൻ ടേബിൾ സ്റ്റേഷന്റെ അടുത്താണെങ്കിൽ എന്താ പ്രത്യേകത? പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ മുതൽ ആ ഇലക്ട്രിക് പോൾ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ഏത് മെത്തേഡ് ആയിരിക്കും? റേഡിയേഷൻ മെത്തേഡ് ആയിരിക്കും. The fix of a plane table station with 3 known points is bad if the plane table station lies in the great triangle, outside the great triangle, on the circumference of great circle, none of the above. എന്താണ് ഈ ഫിക്സ് എന്ന് ഉദ്ദേശിച്ചത്? നമ്മളൊരു ടേം പറയും, സ്ട്രെങ്ത് ഓഫ് ഫിക്സ്. നമ്മൾ ഈ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ അൺനോൺ ലൊക്കേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് നമ്മൾ റിസെക്ഷൻ പറഞ്ഞല്ലോ. ആ റിസെക്ഷൻ ചെയ്യാനുള്ള 3 point പ്രോബ്ലത്തില് ലേമൻസ് മെത്തേഡിൽ വരുന്ന ഒരു 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. എപ്പോഴൊക്കെ നമുക്ക് ഈ സ്ട്രെങ്ത് ഓഫ് ഫിക്സ് അല്ലെങ്കിൽ ആക്യുറസി ബെറ്റർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം? എപ്പോഴാണത് പൂവർ അല്ലെങ്കിൽ ബാഡ് ആയിട്ട് ആ ആക്യുറസി വരാൻ ചാൻസ് ഉള്ളത്? ഒരു പോയിന്റ് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ഗ്രേറ്റ് സർക്കിളിന്റെ സർക്കംഫറൻസിലാണെങ്കിൽ അവിടെ സ്ട്രെങ്ത് ഓഫ് ഫിക്സ് ബാഡ് ആയിരിക്കും. എന്താണ് ഗ്രേറ്റ് സർക്കിൾ? നമ്മൾ കൺസിഡർ ചെയ്യുന്ന റെഫറൻസ് പോയിന്റ്സ്, 3 റെഫറൻസ് പോയിന്റ്സ് ഏതാണോ ആ റെഫറൻസ് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇമാജിനറി സർക്കിൾ ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗ്രേറ്റ് സർക്കിൾ. അപ്പൊ ആ ഗ്രേറ്റ് സർക്കിളിന്റെ സർക്കംഫറൻസിൽ എവിടെയെങ്കിലും ആയിരുന്നു നമ്മുടെ പ്ലെയിൻ ടേബിൾ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആക്യുറസി വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കേസിൽ സി ആണ് കറക്റ്റ് ആൻസർ. ട്രഫ് കോമ്പസ് ഇസ് യൂസ്ഡ് ഫോർ. പ്ലെയിൻ ടേബിൾ സർവേയിൽ ട്രഫ് കോമ്പസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് നോർത്തിന്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് കേട്ടോ. ആലോചിച്ചാൽ മതി കോമ്പസ്. അപ്പൊ ട്രഫ് കോമ്പസ് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ പ്രിസ്മാറ്റിക് കോമ്പസ് പോലെയൊന്നും ആയിരിക്കില്ല കാണാൻ. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ ട്രഫ് കോമ്പസ് എന്ന് പറയുന്ന ഒരു കാര്യം പ്ലെയിൻ ടേബിൾ സർവേയിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ സ്ഥലത്തെ മാഗ്നറ്റിക് നോർത്ത് എങ്ങോട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിൽ മാർക്ക് ചെയ്യാനാണ്. അപ്പൊ ടു ഇൻഡിക്കേറ്റ് ദ നോർത്ത് ഡയറക്ഷൻ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ നമുക്കിനി ലെവലിങ്ങിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ, എ കർവ്ഡ് സർഫസ് വിച്ച് അറ്റ് ഈച്ച് പോയിന്റ് ഇസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ആസ്. എല്ലാ പോയിന്റിലും ഗ്രാവിറ്റിയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ആ ഒരു സർഫസിനെ, കർവ്ഡ് സർഫസിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സർഫസ്? ഒരു ലെവൽ സർഫസ് ആണ്. എന്താണ് ലെവൽ സർഫസ്? നമ്മുടെ എർത്തിന്റെ സർഫസിന് പാരലൽ ആയിട്ട് തന്നെ വരുന്ന മറ്റൊരു സർഫസ് ആണ് ലെവൽ സർഫസ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് ലെവൽ എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല. എർത്ത് സർഫസ് കർവ്ഡ് ആണെന്ന് അറിയാലോ. അപ്പൊ കർവ്ഡ് ആയിട്ടുള്ള എർത്ത് സർഫസിന് തന്നെ പാരലൽ ആയിട്ടുള്ള മറ്റൊരു സർഫസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എഗെയിൻ അതും ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും. അപ്പൊ ലെവൽ സർഫസ് എന്ന് പറയുന്നത് ഒരു കർവ്ഡ് സർഫസ് ആണ്. എല്ലാ പോയിന്റ്സിനും അവിടെ ഒരേ എലിവേഷൻ ആയിരിക്കും വരിക. മാത്രമല്ല അവിടെ എല്ലാ പോയിന്റ്സും ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റിയോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. യൂഷ്വലി നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റും എർത്തിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റിയുടെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു ലൈനിനെ പ്ലംബ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ നമ്മൾ വിളിക്കാറുണ്ട്. ഇവിടെ നമുക്ക് അത് തന്നെ പറയാം. ആ ഒരു ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി ഉദ്ദേശിച്ചത് പ്ലംബ് ലൈൻ
എപ്പോഴും എല്ലാ പോയിന്റ്സിലും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഏത് സർഫസിനോടാണ്? ലെവൽ സർഫസിനോടാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഡെഫിനേഷൻ കൂടെ പറയാം, ലെവൽ ലൈൻ. ഈ ലെവൽ സർഫസിൽ വരുന്ന രണ്ട് പോയിന്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കർവ്ഡ് ലൈനിനെ പറയുന്ന പേരാണ് ആക്ച്വലി ലെവൽ ലൈൻ. അപ്പൊ ഈ ലെവൽ ലൈനിലും ഇതേ ഒരു കാര്യം നമുക്ക് പറയാം. എന്താണ്? ആ ലെവൽ ലൈനിൽ വരുന്ന എല്ലാ പോയിന്റ്സിലും അവിടുത്തെ പ്ലംബ് ലൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി പെർപെൻഡിക്കുലർ ആയിരിക്കും. നേരെ മറിച്ച് വേറൊരു സർഫസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? ഹൊറിസോണ്ടൽ സർഫസ്. എന്താണ് ഹൊറിസോണ്ടൽ സർഫസ്? നമ്മുടെ ലെവൽ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സർഫസ് ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പൊ ഹൊറിസോണ്ടൽ സർഫസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലെവൽ സർഫസിൽ പറഞ്ഞതുപോലെ എല്ലാ പോയിന്റ്സിനും ഒരേ എലിവേഷൻ ആയിരിക്കില്ല, ഡിഫറെന്റ് പോയിന്റ്സിന് ഡിഫറെന്റ് എലിവേഷൻ ആയിരിക്കും. മാത്രമല്ല ഹൊറിസോണ്ടൽ സർഫസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പോയിന്റ്സിലും അതിലൂടെ പാസ് ചെയ്യുന്ന പ്ലംബ് ലൈൻ അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഗ്രാവിറ്റി പെർപെൻഡിക്കുലറും ആയിരിക്കില്ല. ഒരേ ഒരു പോയിന്റിൽ മാത്രമേ ആ കേസിൽ പ്ലംബ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുള്ളൂ. ഏതാണ് ആ പോയിന്റ്? എവിടെയാണ് നമ്മൾ ടാൻജന്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ആ പോയിന്റിൽ മാത്രം. അപ്പൊ ഈ കേസിൽ ലെവൽ സർഫസ് ആണ് കറക്റ്റ് ആൻസർ. The last reading taken before shifting the leveling instrument is. ലെവലിംഗ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് ടേംസ് ഒക്കെ നമ്മൾ പഠിക്കും. ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാഫ് റീഡിങ്സ് എടുക്കാറുണ്ട്, അതിനെ പറയുന്ന പേരെന്താണ്? യൂഷ്വലി നമ്മുടെ സർവേ വർക്കിൽ എടുക്കുന്ന ആദ്യത്തെ റീഡിംഗ് എപ്പോഴും ബാക്ക് സൈറ്റ് ആയിരിക്കും. ആ സർവേ വർക്കിൽ എടുക്കുന്ന അവസാനത്തെ റീഡിംഗ് എപ്പോഴും ഒരു ഫോർ സൈറ്റ് ആയിരിക്കും. ബാക്ക് സൈറ്റ് നമ്മൾ വേറൊരു രീതിയിലും കൂടെ പറയും, പോയിന്റ് ഓഫ് നോൺ എലിവേഷനിൽ എടുക്കുന്ന റീഡിംഗ് ആണ് ബാക്ക് സൈറ്റ് എന്നും കൂടെ പറയാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ ഫീൽഡ് കണ്ടീഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ചിലപ്പോൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ നമുക്ക് ലെവലിംഗ് ഇൻസ്ട്രുമെന്റ് വെക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ എടുക്കുന്ന റീഡിങ്ങിന് പറയുന്ന പേര് the last reading taken before shifting the instrument, foresight എന്നാണ് പറയാം. ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഇൻസ്ട്രുമെന്റ് മാറ്റി വെച്ചതിന് ശേഷം ആദ്യം എടുക്കുന്ന റീഡിങ്ങിനെ പറയുന്ന പേര് ബാക്ക് സൈറ്റ് എന്നായിരിക്കും. ഈ രണ്ട് റീഡിങ്സും കൂടെ എടുക്കുന്നത് ഒരു കോമൺ പോയിന്റിലായിരിക്കും. ആ കോമൺ പോയിന്റിനെ പറയുന്ന പേരാണ് ചേഞ്ച് പോയിന്റ് ഓർ ടേണിംഗ് പോയിന്റ്. അടുത്ത ഒരു പ്രോബ്ലം ആണ്, നമുക്ക് നോക്കാം. If the reduced level of a benchmark is 100 meter, back sight is 1.5 meter and foresight is 2.5 meter, RL of forward station is. അതായത് നമ്മുടെ ഫീൽഡിലെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മുടെ ലെവൽ വെച്ചിട്ടുണ്ട്, ഒരു രണ്ട് പോയിന്റ്സിലായിട്ട് നമ്മുടെ ലെവലിംഗ് സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. സപ്പോസ് AB എന്നാണെന്നിരിക്കട്ടെ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബെഞ്ച് മാർക്കിലേക്ക് എടുത്തിരിക്കുന്ന ബാക്ക് സൈറ്റ്, അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എപ്പോഴും നമ്മുടെ ബെഞ്ച് മാർക്ക് ആയിരിക്കും. ആ ബെഞ്ച് മാർക്കിലേക്ക് എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. അപ്പോൾ 1.5 മീറ്റർ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിന്റെ വാല്യൂ 2.5 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന വാല്യൂ 2.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റിന്റെ എലിവേഷൻ എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കണ്ടുപിടിക്കാം. എത്ര ഹൈറ്റിലാണ് ഈ ഇൻസ്ട്രുമെന്റിന്റെ ലൈൻ ഓഫ് സൈറ്റ് നിൽക്കുന്നത്? എത്രയായിരിക്കും? റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്കിന്റെ കൂടെ ഇവിടെ വന്നിരിക്കുന്ന ബാക്ക് സൈറ്റും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് കിട്ടും. ആ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റിൽ നിന്ന് ഈ തന്നിരിക്കുന്ന 2.5 നമ്മൾ മൈനസ് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ പോയിന്റിന്റെ എലിവേഷൻ കിട്ടും. അപ്പൊ എന്തായിരിക്കും RL of B? RL of B is equal to 100 ആണ് ബെഞ്ച് മാർക്കിന്റെ എലിവേഷൻ. 100 പ്ലസ് 1.5 മൈനസ് 2.5. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 99 മീറ്ററിന് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, സർഫസ് പാരലൽ ടു ദ മീൻ സ്ഫെറോയിഡൽ സർഫസ് ഓഫ് ദി എർത്ത്. മീൻ സ്ഫെറോയിഡൽ സർഫസ് ഓഫ് ദി എർത്തിന് പാരലൽ ആയിട്ടുള്ള സർഫസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ലെവൽ സർഫസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, what will be the level difference between 2 points A and B when observations are done by leveling instrument? The staff readings taken on benchmark of reduced level 15 meter is 3.185 meter and 2.685 meter respectively. ക്ലിയർ ആണോ? രണ്ട് പോയിന്റ്സ് ഉണ്ട്, എയും ബിയും. അപ്പൊ അതില് എയില് എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് തന്നിട്ടുണ്ട്, ബിയിൽ എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗും തന്നിട്ടുണ്ട്. എത്രയാണ് അവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ്? A is 0.5 meter higher than B, B is 0.5 meter higher than A, B is 0.5 meter lower than A, none of these. ഏതായിരിക്കും ആൻസർ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് നോക്കാം? എത്രയാണ് അവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ്, ആ വാല്യൂ എത്ര വരുന്നു നോക്കാം. എയിലും ബിയിലും എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിന്റെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാഫ് റീഡിങ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ തന്നെ നമുക്ക് ലെവൽ ഡിഫറൻസ് കിട്ടും. അപ്പൊ ഈ കേസിൽ 3.185
മൈനസ് 2.685 ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അവർ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ്. ആ വാല്യൂ എന്ന് പറയുന്നത് 0.5 മീറ്റർ ആയിരിക്കും. ഇനി 0.5 മീറ്റർ 3 ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എയിൽ എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് വലിയ വാല്യൂ ആണ്, ബിയിൽ എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് ചെറിയ വാല്യൂ ആണ്. സപ്പോസ് ഇതുപോലെ നമ്മുടെ ഒരു സർവേയിങ് ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു പർട്ടിക്കുലർ ലെവൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റേഷൻ ബി ഉണ്ട്, ഇവിടെ ഒരു സ്റ്റേഷൻ എ ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, എയിലാണ് വലിയ റീഡിംഗ്, ബിയിൽ ചെറിയ റീഡിംഗ് ആണ്. അപ്പൊ എയിൽ വലിയ റീഡിംഗ് വരണമെന്നുണ്ടെങ്കിൽ എ അത്രയും താഴെയുള്ള പോയിന്റ് ആണ്. ബിയിൽ ചെറിയ റീഡിംഗേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബി കുറച്ച് ഉയരത്തിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ഈ കേസിൽ എങ്ങനെയാണ്? ബിയിലെ സ്റ്റാഫ് റീഡിംഗ് ചെറുതാണ് വെൻ കമ്പയർഡ് ടു സ്റ്റാഫ് റീഡിംഗ് അറ്റ് എ. അപ്പൊ എയേക്കാൾ ഹൈറ്റ് കൂടുതൽ എന്തായാലും ബിക്കാണ്. എത്രത്തോളമാണ് ആ ഹൈറ്റ് വ്യത്യാസം? 0.5 മീറ്റർ. അപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ ഇവിടെ? ബി ഇസ് 0.5 മീറ്റർ ഹയർ ദാൻ എ. ക്ലിയർ ആണോ? ബാക്കി രണ്ട് ഓപ്ഷൻസ് നോക്കൂ. എ ഇസ് 0.5 മീറ്റർ ഹയർ ദാൻ ബി, അല്ലാന്ന് നമുക്കറിയാം. ബി ഇസ് 0.5 മീറ്റർ ലോവർ ദാൻ എ. ആക്ച്വലി ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ഒന്ന് തന്നെയാണ്, എയും സിയും ഒന്ന് തന്നെയാണ് കാര്യം. അപ്പൊ അത് രണ്ടും അല്ല ആൻസർ. ബി ഇസ് 0.5 മീറ്റർ ഹയർ ദാൻ എ. അഗെയിൻ ഒരു പ്രോബ്ലം ആണ്. The backside reading on a benchmark of reduced level 100 meter was 1.650 meter. If the inverted staff reading to the bottom of a veranda roof slab is 0.250 meter, RL of the bottom of the slab is. അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മുടെ ലെവല് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബെഞ്ച് മാർക്ക് അവിടെ ഉണ്ട്, 100 മീറ്റർ എലിവേഷനുള്ള ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അവിടെ എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് 1.650 ആണ്. രണ്ടാമത്തെ റീഡിംഗ് നമ്മൾ എടുത്തിരിക്കുന്നത് എവിടെയാണ്? രണ്ടാമത്തെ റീഡിംഗ് എടുത്തിരിക്കുന്നത് ഒരു വരാന്തയുടെ റൂഫ് സ്ലാബിൽ ഇൻവേർട്ടഡ് ആക്കി ഒരു സ്റ്റാഫ് വെച്ചിട്ടുണ്ട്. അവിടെയാണ് രണ്ടാമത്തെ റീഡിംഗ് എടുത്തത്. ആ ഇൻവേർട്ടഡ് ആക്കി എടുത്ത റീഡിംഗ് എന്ന് പറയുന്നത് 0.250 ആയിരിക്കും. അപ്പൊ എങ്ങനെ വരും ഈ കേസിൽ? ഈ ഒരു വരാന്തയുടെ റൂഫ് സ്ലാബിന്റെ ഹൈറ്റ് എത്രയായിരിക്കും? റെഡ്യൂസ് ലെവൽ ഓഫ് ബെഞ്ച് മാർക്കിന്റെ കൂടെ 1.650 ആഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ് ലെവലിലെത്തി. അവിടെ നിന്ന് 0.250 മീറ്ററും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ പോയിന്റിന്റെ എലിവേഷൻ കിട്ടും. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ഇക്വേഷൻ? 100 പ്ലസ് 1.650 പ്ലസ് 0.250 ഇതായിരിക്കും ആ പോയിന്റിന്റെ എലിവേഷൻ. 101.900 മീറ്റർ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഇൻ ഡംപി ലെവൽ ദ ടെലസ്കോപ്പ് ഇസ്. ഡംപി ലെവലില് ടെലസ്കോപ്പ് ഏത് രീതിയിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പറയാറുണ്ട് ഡംപി ലെവൽ റിജിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, പക്ഷെ റിവേഴ്സിബിൾ അല്ല. എന്താണ് റിജിഡ് എന്ന് ഉദ്ദേശിച്ചത്? നമ്മുടെ ഡംപി ലെവലിന്റെ ടെലസ്കോപ്പും അതിന്റെ ലെവലിംഗ് ഹെഡും എല്ലാം ഒരുമിച്ച് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. നമുക്ക് ആ ടെലസ്കോപ്പിനെ ഊരി നമ്മുടെ കൈ പിടിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. അപ്പൊ അത് ഭയങ്കര റിജിഡ് ആയിട്ട് ഫിക്സ് ചെയ്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നേരെ മറിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അതായത് നമ്മുടെ തിയോഡലൈറ്റിലൊക്കെ കാണുന്ന പോലെ, ട്രാൻസിറ്റ് തിയോഡലൈറ്റിലൊക്കെ കാണുന്ന പോലെ ഇത് ടെലസ്കോപ്പ് ആണെങ്കിൽ ടെലസ്കോപ്പിനെ 180 ഡിഗ്രി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡംപി ലെവൽ എന്ന് പറയുമ്പോഴത്തേക്കും അത് റിവേഴ്സിബിൾ അല്ല, പക്ഷെ റിജിഡ് ആണ്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ബി കണ്ടോ, ഇസ് റിജിഡ്ലി ഫിക്സ്ഡ് ടു ദ ലെവലിംഗ് ഹെഡ്. അതാണ് കറക്റ്റ് ആൻസർ. ലെവലിംഗ് ഹെഡുമായിട്ട് റിജിഡ്ലി ഫിക്സ്ഡ് ആണ് നമ്മുടെ ഡംപി ലെവൽ. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. സ്റ്റിൽ വാട്ടർ സർഫസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ. ഒരു സ്റ്റിൽ വാട്ടർ സർഫസ് ഈ തന്നിരിക്കുന്നതിൽ ഏത് സർഫസിന് എക്സാമ്പിൾ ആണ്? ഒരു സ്റ്റിൽ വാട്ടർ സർഫസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ വാട്ടർ സർഫസിന്റെ മുകളിലുള്ള എല്ലാ പോയിന്റ്സിനും ഒരേ എലിവേഷൻ ആയിരിക്കില്ലേ? എലിവേഷനിൽ വ്യത്യാസം ഒന്നും വരില്ലല്ലോ. ആ വാട്ടർ സർഫസിന്റെ മുകളിലുള്ള എല്ലാ പോയിന്റ്സിനും ഒരേ ഹൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും, ഒരേ എലിവേഷൻ വരുമ്പോഴത്തേക്കും, ഒരേ എലിവേഷൻ വരുന്ന പോയിന്റ്സ് മാത്രം വരുന്ന ഒരു സർഫസ് ഏതാണ്? നമ്മുടെ ലെവൽ സർഫസ് ആണ്. അപ്പൊ ലെവൽ സർഫസ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം നോക്കാം. ഇൻ ലെവലിംഗ് സ്റ്റേഷൻ ഇസ് എ പോയിന്റ് വേർ ഡാഷ് ഇസ് ഹെൽഡ്. സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? യൂഷ്വലി നമുക്കറിയാം രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ ലെവലിംഗിൽ വരുന്നത്. ഒന്ന് നമ്മുടെ ലെവലും പിന്നെ നമ്മുടെ ലെവലിംഗ് സ്റ്റാഫും. സാധാരണ ഇപ്പം നമ്മൾ പ്ലെയിൻ ടേബിൾ ആണെങ്കിലും കോമ്പസ് ആണെങ്കിലും എവിടെയാണോ നമ്മുടെ മെയിൻ ഇൻസ്ട്രുമെന്റ് വെക്കുന്നത് അതായിരുന്നു സ്റ്റേഷൻ. പക്ഷെ ലെവലിംഗിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും അങ്ങനെയല്ല. എവിടെയാണ് ഇൻസ്ട്രുമെന്റ് വെക്കുന്നത് അതല്ല സ്റ്റേഷൻ, എവിടെയാണോ ലെവലിംഗ് സ്റ്റാഫ് വെക്കുന്നത് അതാണ് സ്റ്റേഷൻ. അപ്പൊ ഇവിടെ ലെവലിംഗ് സ്റ്റാഫ് ആണ് കറക്റ്റ് ആൻസർ. സ്റ്റേഷൻ ഇസ് എ പോയിന്റ് വേർ ലെവലിംഗ് സ്റ്റാഫ് ഇസ് ഹെൽഡ്.
അടുത്ത ചോദ്യം, സെൻസിറ്റിവിറ്റി ഓഫ് എ ബബിൾ ട്യൂബ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെ നമുക്ക് ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാം? ബബിൾ ട്യൂബ് നമ്മൾ ഒരു ലെവലിംഗിൽ അല്ലെങ്കിൽ ലെവലിൽ എപ്പോഴാണ് അതിന്റെ യൂസ് വരുന്നത്? ലെവലിംഗിൽ എപ്പോഴും നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കി എടുത്തിട്ടായിരിക്കും സ്റ്റാഫ് റീഡിങ്സ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യാം? ലെവൽ ട്യൂബിനെ യൂസ് ചെയ്യാം. ലെവൽ ട്യൂബിനകത്തെ ബബിൾ സെൻട്രൽ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണ്. സെൻട്രൽ അല്ല, പൊസിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ അല്ല. അപ്പൊ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് പാർട്ടാണ് നമ്മുടെ ലെവൽ ട്യൂബ്. അപ്പൊ അവിടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ നോക്കും. സെൻസിറ്റിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഓഫ് സൈറ്റിന്, ഹൊറിസോണ്ടൽ ആയിരിക്കുന്ന ലൈൻ ഓഫ് സൈറ്റിന് ചെറിയ ഡീവിയേഷൻ വരുമ്പോഴത്തേക്കും എത്രത്തോളം നന്നായി നമുക്ക് ആ ബബിൾ അത് കാണിച്ചു തരുന്നു, ആ ഡീവിയേഷൻ, അതിന്റെ കപ്പാസിറ്റിയാണ് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മളൊരു 4 മെത്തേഡ്സ് യൂഷ്വലി പറയാറുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ആ ബബിൾ ട്യൂബിനകത്ത് യൂസ് ചെയ്യുന്ന ലിക്വിഡിനെ പറ്റിയാണ്. ലിക്വിഡിന് വിസ്കോസിറ്റി ഭയങ്കര കുറവായിരിക്കണം. എന്താണ് വിസ്കോസിറ്റി? ഒരു ലിക്വിഡിന് ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് വിസ്കോസിറ്റി. അപ്പൊ വിസ്കോസിറ്റി വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ ബബിളിന് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. അപ്പൊ ഡിക്രീസിങ് ദ വിസ്കോസിറ്റി നമ്മുടെ സെൻസിറ്റിവിറ്റി കൂട്ടാനുള്ള ഒരു മെത്തേഡാണ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യണം. ബബിൾ ട്യൂബിന്റെ റേഡിയസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ബബിൾ ട്യൂബിന്റെ ഉൾവശത്തെ സ്മൂത്ത്നെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. ബബിളിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. അപ്പൊ ഇതിൽ ഏതാണ് ഓപ്ഷൻ ഉള്ളത് നമുക്ക് നോക്കാം. യൂസിങ് വിസ്കസ് ലിക്വിഡ്, നല്ല വിസ്കോസിറ്റി ഉള്ള ലിക്വിഡ് യൂസ് ചെയ്യണം എന്നാണ് ഓപ്ഷൻ എ. അതല്ല, നമ്മൾ പറഞ്ഞു വിസ്കോസിറ്റി കുറവായിരിക്കണം. അപ്പൊ എ അല്ല. റെഡ്യൂസിങ് ദ ലെങ്ത് ഓഫ് ബബിൾ, ബബിളിന്റെ ലെങ്ത് കുറയ്ക്കണോ? കുറയ്ക്കരുത്, കൂട്ടാണ് വേണ്ടത് സെൻസിറ്റിവിറ്റി കൂടണമെങ്കിൽ. റെഡ്യൂസിങ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ്, റേഡിയസ് ഓഫ് ദ ട്യൂബ് റെഡ്യൂസ് ചെയ്യല്ല വേണ്ടത്, ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്. സോ ലാസ്റ്റ് വൺ, ഇൻക്രീസിങ് ദ റേഡിയസ് ഓഫ് ദ ട്യൂബ്, അതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇൻ എ ചേഞ്ച് പോയിന്റ് only back site is taken, only foresight is taken, both back site and foresight are taken, intermediate site is taken. ചേഞ്ച് പോയിന്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഷിഫ്റ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഒരു പോയിന്റ് ആണ് ഈ ചേഞ്ച് പോയിന്റ്. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അവസാനത്തെ റീഡിംഗ് എടുക്കുന്നത് നമ്മുടെ ചേഞ്ച് പോയിന്റിലായിരിക്കും. ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ റീഡിംഗ് എടുക്കുന്നത് നമ്മുടെ ചേഞ്ച് പോയിന്റിലായിരിക്കും. അപ്പോൾ ഒരു ചേഞ്ച് പോയിന്റിൽ ഏതൊക്കെ തരത്തിലുള്ള റീഡിങ്സ് വരും? ബാക്ക് സൈഡ് റീഡിങ്ങും വരും, ഫോർസൈറ്റ് റീഡിംഗും വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് ബാക്ക് സൈറ്റ് ആൻഡ് ഫോർസൈറ്റ് ആർ ടേക്കൺ. അടുത്തത്, എ ലൈൻ ലൈങ് ഓൺ ദ ലെവൽ സർഫസ് ആൻഡ് നോർമൽ ടു ദ പ്ലം ലൈൻ അറ്റ് ഓൾ പോയിന്റ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ ആയിരുന്നു. ആരാണ്? ലെവൽ ലൈൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഡിഫറൻഷ്യൽ ലെവലിംഗ് ഇസ് പ്രിഫേർഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്. ഡിഫറൻഷ്യൽ ലെവലിംഗ് ഏതൊക്കെ കേസസിൽ പ്രിഫർ ചെയ്യും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. വെൻ ദ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്റ്റേഷൻസ് ഇസ് വെരി സ്മോൾ. 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് വളരെ കുറവാണെങ്കിൽ ഡിഫറൻഷ്യൽ ലെവലിംഗ് സെലക്ട് ചെയ്യുന്നു. റോങ് ആണ്. 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ഒരുപാട് കൂടുതലാവുമ്പോഴാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. വെൻ ദ 2 സ്റ്റേഷൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ്, വളരെ അടുത്താണ് 2 സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യുന്നു. നോ, അതും റോങ് ആണ്. സ്റ്റേഷൻസ് ഒരുപാട് ദൂരെയാണെങ്കിലാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യുക. When there is an intermediate obstruction between the 2 stations, 2 സ്റ്റേഷൻസ് തമ്മിലും ഒരു ഇന്റർമീഡിയറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യണം. എന്താണ് ഡിഫറൻഷ്യൽ ലെവലിംഗ്? ബേസിക്കലി ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ലെവലിങ്ങിന് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്നാ പറയാ. അല്ലെങ്കിൽ ചേഞ്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുന്ന ലെവലിങ്ങിന് ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്നാണ് പറയാ. ഒറ്റ ഒരു ഇൻസ്ട്രുമെന്റ് സെറ്റപ്പിൽ മാത്രം നിന്നുകൊണ്ട് നമുക്ക് ആ ലെവലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിഫറൻഷ്യൽ ലെവലിംഗ് അല്ല, സിമ്പിൾ ലെവലിംഗ് ആണ്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ. ലെവൽ ഡിഫറൻസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ഫ്രം സിംഗിൾ സെറ്റപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ അതിനെ പറയുന്ന പേര് സിമ്പിൾ ലെവലിംഗ് എന്നാണ്. അപ്പൊ ഇതല്ല എന്തായാലും ആൻസർ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? സി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വെൻ ദർ ഇസ് എൻ ഇന്റർമീഡിയറ്റ് ഒബ്സ്ട്രക്ഷൻ ബിറ്റ്വീൻ ദ 2 സ്റ്റേഷൻസ്. അപ്പൊ ഒന്നുകൂടെ സ്റ്റേറ്റ്മെന്റ്സ് ആലോചിക്കാം. 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യണം. 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യണം. 2 സ്റ്റേഷൻസിനും ഇൻ ബിറ്റ്വീൻ ഒരു ഇന്റർമീഡിയറ്റ് ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിലും ഡിഫറൻഷ്യൽ ലെവലിംഗ് ചെയ്യണം. അടുത്തത്, ഇൻ ഡാഷ് 2 sets of level differences between 2 stations are found out when the instrument cannot be set up midway between the stations. 2 സ്റ്റേഷൻസ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. പക്ഷേ രണ്ടിന്റെയും നടുക്ക് നമുക്ക് ഇൻസ്ട്രുമെന്റ് വെക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും 2 sets of ലെവൽ ഡിഫറൻസസ് കണ്ടുപിടിച്ചുകൊണ്ട് ലെവലിംഗ് വർക്ക് ചെയ്യുന്നത് ഏത് ലെവലിംഗ് ആണ്?
റെസിപ്രോക്കൽ ലെവലിംഗ് ആണ് കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്നത് ഒരു റിവറിന് അപ്പുറം ഇപ്പുറം ഉള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഏതാണ് സ്യൂട്ടബിൾ മെത്തേഡ്, അങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അതും റെസിപ്രോക്കൽ ലെവലിംഗ് തന്നെയാണ്. ഈ ഡെഫിനേഷൻ പരീക്ഷയ്ക്ക് വരുന്നതാണ്, ഓർത്ത് വയ്ക്കുക. റിവർ എന്ന് പറയുന്ന ഒരു വേർഡ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുകയാണെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം അത് റെസിപ്രോക്കൽ ലെവലിംഗ് ആയിരിക്കും. 4 സ്റ്റാഫ് റീഡിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഫോളോയിങ് സെറ്റ് ഓഫ് റീഡിങ്സ് were taken with a level. ഒരു ലെവൽ വെച്ച് എടുത്തിരിക്കുന്ന റീഡിങ്സ് വന്നിട്ടുണ്ട്. If the instrument is shifted after 2nd and 5th readings, then the entries in the foresight column will be. 2ാമത്തെയും 5ാമത്തെയും റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർസൈറ്റിന്റെ കോളത്തിൽ ഏതൊക്കെ എൻട്രീസ് വരും എന്നാണ് ചോദ്യം. എന്തായിരുന്നു ഫോർസൈറ്റ്? അതിന്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞത് എന്താണ്? ഒരു ലെവലിംഗ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം എടുക്കുന്ന റീഡിങ് എന്തായാലും ഫോർസൈറ്റ് ആയിരിക്കും. അപ്പൊ ഈ കേസിൽ 1.285 എന്ന് പറയുന്നത് എന്തായാലും ഒരു ഫോർസൈറ്റ് ആണ്. പിന്നെ ഏതാ ഫോർസൈറ്റ് വരിക? ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപെടുത്ത ലാസ്റ്റ് റീഡിംഗ് ഫോർസൈറ്റ് ആയിരിക്കും. അപ്പൊ 2ാമത്തെയും 5ാമത്തെയും റീഡിങ്ങിന് ശേഷം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2ാമത്തെയും 5ാമത്തെയും റീഡിങ്സ് എങ്ങനത്തെ റീഡിങ്സ് ആയിരിക്കും? ഫോർസൈറ്റ് റീഡിങ്സ് ആയിരിക്കും. അപ്പൊ ഈ കേസിൽ 0.985 അതുപോലെ 3.455 ഇതും കൂടെ ഫോർസൈറ്റ് ആണ്. അപ്പൊ 0.985, 3.455, 1.285 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, എലിമിനേഷൻ ഓഫ് പാരലാക്സ് ഡൺ ബൈ. പാരലാക്സ് എന്ന് പറയുന്ന ഒരു ടേം നമ്മുടെ ഡെഫിനേഷൻ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. പാരലാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ടെലസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ഇമേജ് നമ്മുടെ ഡയഫ്രത്തിന്റെ പ്ലെയിനിൽ ഫോം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് പറയുന്ന പേരാണ് പാരലാക്സ്. അത് ഒഴിവാക്കാൻ നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഐ പീസ് ഫോക്കസ് ചെയ്യണം. 2 ക്രോസ് ഹെയർസും ക്ലിയർ ആയിട്ട് വിസിബിൾ ആവുന്നത് വരെ ഐ പീസിനെ ഫോക്കസ് ചെയ്യണം. പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ചെയ്യണം. അപ്പൊ നോക്കൂ, ഫോക്കസിങ് ഐ പീസ് ആൻഡ് ഒബ്ജക്റ്റീവ്, ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി നമുക്ക് കോണ്ടൂറിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. കോണ്ടൂർ ലൈൻസ് ആർ ലൈൻസ് ഡ്രോൺ ഓൺ എ മാപ്പ് കണക്ടിങ് ദ പോയിന്റ്സ് ഓഫ് ഈക്വൽ റെയിൻഫോൾ ആണോ, ടെമ്പറേച്ചർ ആണോ, ഡിസ്റ്റൻസ് ആണോ, എലിവേഷൻ ആണോ? കോണ്ടൂർ ലൈൻ എന്ന് പറയുന്നത് സെയിം എലിവേഷൻ വരുന്ന പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണ്. സോ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 കോണ്ടൂർസ് ഇസ് നോൺ ആസ്. 2 കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള അല്ലെങ്കിൽ ആ 2 കോണ്ടൂർ ലൈൻസിലും വരുന്ന പോയിന്റ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്താണ്? ഹൊറിസോണ്ടൽ ഇക്വാലന്റ് എന്നാണ് നമ്മൾ പറയാ. ഹൊറിസോണ്ടൽ ഇക്വാലന്റ്. അടുത്തത്, ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ഇന്റർപോളേറ്റിംഗ് കോണ്ടൂർ പോയിന്റ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. അതായത് നമുക്ക് കോണ്ടൂറിങ് മെയിൻ ആയിട്ടും 2 രീതിയിൽ ചെയ്യാം, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ എലിവേഷൻ ആണോ ആവശ്യം ആ റിക്വയർഡ് എലിവേഷൻ ഉള്ള പോയിന്റ്സിന് ഡയറക്ട്ലി നമ്മൾ ലെവലിംഗ് സ്റ്റാഫും പിന്നീട് അതിന്റെ സർവേയും എല്ലാം ചെയ്ത് കണ്ടുപിടിക്കുന്നു. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് വരുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മൾ അവിടെ കുറച്ച് പോയിന്റ്സിന്റെ മാത്രം എലിവേഷൻ കണ്ടുപിടിക്കും. ആ പോയിന്റ്സ് നമ്മൾ ഗ്രിഡ് പോയിന്റ്സ് എന്നാ പറയാ. ഡിഫറെന്റ് ഗ്രിഡ്സ് ആക്കി നമ്മുടെ ഏരിയ ഡിവൈഡ് ചെയ്ത് അതിലെ സെലക്ടഡ് പോയിന്റ്സിന്റെ മാത്രം എലിവേഷൻ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് എലിവേഷൻ വരുന്ന കോണ്ടൂർ ലൈൻസ് നമ്മൾ ഇന്റർപോളേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ കണ്ടുപിടിക്കും. അപ്പൊ ആ ഇന്റർപോളേഷൻ എങ്ങനെയൊക്കെ ചെയ്യാം? 3 മെത്തേഡ്സ് ആണ് പറയാ. ഐ എസ്റ്റിമേഷൻ, ഗ്രാഫിക്കൽ മെത്തേഡ്, അതുപോലെ അരിത്മെറ്റിക് കാൽക്കുലേഷൻസ്. അപ്പൊ ഇതിൽ നോക്കാം, റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഒരിക്കലും അതല്ല ആൻസർ. ഡബിൾ സൈറ്റിംഗ് മെത്തേഡ് അല്ല. ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, റീട്രേഷ് മെത്തേഡ് ഉണ്ട്. റീട്രേഷ് മെത്തേഡ് ആണോ? അല്ല, ഗ്രാഫിക്കൽ മെത്തേഡ് ആണ് ഇന്റർപോളേഷന് വേണ്ടിയിട്ടുള്ള തന്നിരിക്കുന്നതിൽ വൺ ഓഫ് ദി മെത്തേഡ് കേട്ടോ. അടുത്ത ചോദ്യം, എ സീരീസ് ഓഫ് ക്ലോസ്ലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് റെപ്രസെന്റ്. വളരെ ക്ലോസ് ആയിട്ട് അടുത്തടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന കോണ്ടൂർ ലൈൻസ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? കോണ്ടൂർ ലൈൻസ് അടുത്തടുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? ആ ഒരു എലിവേഷനിൽ നിന്ന് അടുത്ത എലിവേഷനിലേക്ക് വലിയ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇല്ല, വലിയ ദൂരമില്ല. ഹയർ എലിവേഷനിൽ നിന്ന് ലോവർ എലിവേഷനിലേക്ക് പെട്ടെന്നാണ് ചേഞ്ച് വരുന്നത്. അപ്പൊ അത് ഏത് രീതിയിലുള്ള സ്ലോപ്പ് ആയിരിക്കും? സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു സ്ലോപ്പ് ആയിരിക്കും. നേരെ മറിച്ച് ഒരുപാട് സ്പേസിംഗ് ഉണ്ട് ആ ലൈൻസ് തമ്മിലെന്നുണ്ടെങ്കിലോ അവിടെ അത്രയും സ്റ്റീപ്പ് ആയിരിക്കില്ല, സ്ലോപ്പ് കുറച്ച് ജെന്റിൽ ആയിരിക്കും. അപ്പൊ ഇവിടെ സ്റ്റീപ്പ് സ്ലോപ്പ് ആണ് കറക്റ്റ് ആൻസർ. If the contour lines are equally spaced, they represent.
കോണ്ടൂർ ലൈൻസ് ഈക്വലി സ്പേസ്ഡ് ആണ്. ഒരു എലിവേഷനിൽ നിന്ന് അടുത്ത എലിവേഷനിലേക്ക് എങ്ങനെ അല്ലെങ്കിൽ എത്ര ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലൂടെയാണോ ആ ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് അതേ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലൂടെ തന്നെയാണ് അതിനുശേഷമുള്ള എലിവേഷനിലോട്ടും ചേഞ്ച് പോകുന്നത്. ദാറ്റ് മീൻസ് യൂണിഫോം ആയിട്ടാണ് അവിടുത്തെ സ്ലോപ്പ് വരിക. ഓപ്ഷൻ സി ആണ് ഈ കേസിൽ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് കോണ്ടൂർസ് വിത്ത് ഡിക്രീസിംഗ് വാല്യൂസ് ടുവേർഡ്സ് ദ സെന്റർ. ക്ലോസ്ഡ് ആയിട്ടുള്ള കുറെ കോണ്ടൂർ ലൈൻസ് അകത്തോട്ട് പോകുന്നതിനനുസരിച്ച് എലിവേഷൻ കുറഞ്ഞു വരുന്നു. അപ്പൊ അത് ഏതിന് എക്സാമ്പിൾ ആണ്? ഒരു പോണ്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ക്ലോസ്ഡ് കോണ്ടൂർസിൽ അകത്തേക്ക് അല്ലെങ്കിൽ സെൻട്രലോട്ട് പോകുന്നതനുസരിച്ച് എലിവേഷൻ കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അതൊരു ഹില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ എലിവേഷൻ കുറയുന്നത് ഒന്നുകിൽ പോണ്ട് ആവാം അല്ലെങ്കിൽ ഡിപ്രഷൻ ആവാം. ഓപ്ഷൻസിൽ പോണ്ട് ആണ് അപ്രോപ്രിയേറ്റ് ആൻസർ. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. കോണ്ടൂർ ലൈൻസ് cannot cross each other except in the case of. അതായത് ഡിഫറെന്റ് എലിവേഷനിലുള്ള കോണ്ടൂർ ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യില്ല അല്ലെ. അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് എക്സെപ്ഷണൽ കേസിലാണ്? ആൻ ഓവർ ഹാങ്ങിങ് ക്ലിഫിന്റെ കേസിലാണ്. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്ന വേറൊരു ചോദ്യമുണ്ട്. കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്തൊരു സിംഗിൾ ലൈൻ ആയിട്ട് പോകാൻ പറ്റില്ല എക്സെപ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ്. ആ ഒരു പോയിന്റും കൂടെ ഓർത്തു വെക്കാം. പിന്നെ ദ ബൗണ്ടറി ഓഫ് എ സ്റ്റിൽ ലേക്ക് റെപ്രസെന്റ്. ഒരു സ്റ്റിൽ ലേക്കിന്റെ ബൗണ്ടറി റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഒരു സ്റ്റിൽ ലേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആ സ്റ്റിൽ ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ വാട്ടർ സർഫസ് ആയിരിക്കും അതിന്റെ ടോപ്പ് സർഫസ്. അപ്പൊ ആ സ്റ്റിൽ വാട്ടർ സർഫസ് നമ്മുടെ ടോപ്പ് സർഫസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബൗണ്ടറിയിലുള്ള പോയിന്റ്സ് അല്ലെങ്കിൽ ആ ബൗണ്ടറി എന്തിന് എക്സാമ്പിൾ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനത്തെ ആയിരിക്കും എക്സാമ്പിൾ വരുന്നത്? ആ സ്റ്റിൽ വാട്ടർ സർഫസിന്റെ ടോപ്പ് സർഫസ് നമ്മൾ പറഞ്ഞു എല്ലാ പോയിന്റ്സിനും ഒരേ എലിവേഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ബൗണ്ടറിയിൽ വരുന്ന പോയിന്റ്സിനും അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ. എല്ലാ പോയിന്റ്സിനും ഒരേ ഹൈറ്റ് ആയിരിക്കും വരിക. അപ്പോൾ ഒരേ ഹൈറ്റ് വരുന്ന ആ ഒരു പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ എന്ന് പറയുമ്പോൾ അത് എന്ത് ലൈനാണ്? ഒരു കോണ്ടൂർ ലൈനാണ്. അപ്പോൾ ബൗണ്ടറി ഓഫ് എ സ്റ്റിൽ ലേക്ക്, ബൗണ്ടറി ഓഫ് എ സ്റ്റിൽ ലേക്ക് എന്ന് പറയുന്നത് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ കോണ്ടൂർ ലൈൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Contour interval within the limits of the map may be kept constant, may not be kept constant, must be kept constant, may vary according to the slope of the ground. എന്താണ് കോണ്ടൂർ ഇന്റർവെൽ? കോണ്ടൂർ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ ലൈൻസ് തമ്മിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് കോണ്ടൂർ ഇന്റർവെൽ. അപ്പോൾ ഒരു കോണ്ടൂർ മാപ്പ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിൽ വരുന്ന കോണ്ടൂർ ഇന്റർവെൽ എന്തായാലും മസ്റ്റ് ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. ഒരു പർട്ടിക്കുലർ കോണ്ടൂർ മാപ്പിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോണ്ടൂർ ഇന്റർവെൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ കവർ ചെയ്തു. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്ത സബ്ജക്ട് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ സർവേ ആയിരുന്നു. ഒന്നുകൂടെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കണം. വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി പരീക്ഷയ്ക്ക് ബാക്കിയുള്ളൂ. സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഫണ്ടമെന്റൽസിൽ വരുന്ന കുറച്ച് കാര്യമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്ലെയിൻ ആൻഡ് ജിയോളജിക് സർവേ ക്ലാസിഫിക്കേഷൻ, പിന്നെ ചെയിൻ സർവേ ഉണ്ട്, കോമ്പസ് സർവേ ഉണ്ട്, പ്ലെയിൻ ടേബിൾ സർവേ ഉണ്ട്, ദെൻ ലെവലിംഗ് ഉണ്ട്, കോണ്ടൂറിംഗ് ഉണ്ട്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാ. അതിൽ വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളിൽ ഓവർസിയർ ലെവൽ എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് റിവൈസ് ചെയ്ത് പോവാ. അഡീഷണൽ ആയിട്ടും നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസും തിയറി കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു പോവാ. എല്ലാവർക്കും സെപ്റ്റംബർ 11 നടക്കാനിരിക്കുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ പരീക്ഷ നന്നായി എഴുതാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായി പഠിക്കുക. റാങ്ക് ലിസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങി ഉയർന്ന റാങ്ക് വാങ്ങി മുന്നിലെത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Start your preparations for engineering competitive exams from top educators. Learn from the best.